لا شريك له ولا نظير له ولا وزير له ولا مشير له ولا معين له ولا منازم له ولا منازر له ولا مداني له ولا مجاور له ولا مقابل له ولا مثل مثال مثيل مماثل له ونشهد أن سيدنا ومعيدنا مخدومنا منزومنا معصومنا مقصودنا جميلنا وأجملنا منيرنا وأنورنا ولينا وأولانا تقينا وأتقانا وأعلانا أجلانا أبهانا أتقانا أزكانا عنور أجدر أكبر أطهرنا محمد عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما قال النبي صلى الله عليه وسلم أولى الناس يوم القيامة أكثرهم عليه الصلاة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله لا إله إلا الله محمد رسول الله ദാഹമൗതദ കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുന റബ്ബന لا إله إلا الله ഒന്നു കണ്ടോട്ട് അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിനിരുളങ്ങുമാറാ ഒന്ന് വിളിച്ചോട്ട് അനുകമ്പം വരുമോ
പാപങ്ങൾ തീരാ ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പം വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ ഒന്നു തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുള്ളേ ധൂപ ചെയ്തോട്ടെ ഈ കാലിച്ചോട്ടിൽ തൂബലകയെന്ന് ചൊല്ലാമോ മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ മുത്തേക്കെടുത്താത്ത നൂറിൻ തരാമോ മുത്തും നടന്നോട്ട് നബി പോയ വഴിയേ മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ ഒന്ന വിരലിൻ്റെ വെള്ളം തരാമോ ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ ഒന്ന വിരലിൻ്റെ വെള്ളം തരാമോ കെട്ടിപ്പിടിച്ചോട്ടെ തൂനിൽ ഹബീബേ തട്ടിത്തരിപ്പിക്കല്ലേ എൻ്റെ പൂവേ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിലിരുളങ്ങ് മാറാ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പം വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ വേദിയിലുള്ളതായ ഹയാത്തുൽ ഇസ്ലാം ജുമാഅത്ത് പള്ളി അതേപോലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഹയാത്ത് നഗർ മൺടിപ്പുറം ഇതിൻ്റെ കീഴിൽ നടക്കുന്നതായ 30ാമത്തെ സ്വലാത്തിൻ്റെ വാർഷികോത്സവം 3ാമത്തെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മതപ്രഭാഷണവും അതിൻ്റെ ഒരു 2ാമത്തെ നാളിലാണ് ഞാനിങ്ങനെ ഉള്ളത്. ഇന്നലെ ബഹുമാനപ്പെട്ട പണ്ഡിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട സിറാജുൽ സഖാഫി കന്യാന ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സാരവത്തായ മതപ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടവർ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു വേദിയിൽ ഉള്ളതായ ബഹുമാനപ്പെട്ട ഈ ജമാഅത്തിൻ്റെ അഭിമന്യരായ ഖതീബ് ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി ബക്രബി ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട മൊയ്നി ഉസ്താദ് അതുപോലെ അവിടുത്തെ മുഅദ്ദിൻ ഉസ്താദും ജമാഅത്ത് കമ്മിറ്റിയിലുള്ള പ്രസിഡന്റ് സെക്രട്ടറിയും അടക്കമുള്ള എല്ലാ മെമ്പർമാരും. അപ്പോൾ ഞങ്ങളുടെ ജമാഅത്തിൻ്റെ സെക്രട്ടറി ഇംതിയാസ് അതിലൂടെ തായിരുന്നതിന് അപ്പോൾ നിങ്ങൾ തായിരിക്കുമ്പോൾ ഞാൻ മീറ്റ് ശരിയാകില്ല. അപ്പോൾ ഞങ്ങളുടെ ജമാഅത്തിൻ്റെ ഒരു സെക്രട്ടറി ആകുമ്പോൾ ബഹുമാനിക്കണ ആവും. അപ്പോൾ നിങ്ങൾ ഒന്നും മീറ്റൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. വരൂ ഇംതിയാക്കം. അൽഹംദുലില്ലാഹ് നല്ല ഒരു ശാന്തമായിട്ടുള്ള ഒരു നാട് ഹയാത്ത് നഗര എന്നുള്ള നാട്. ഫസ്റ്റ് നീല കാണുന്ന ഞാനും നിങ്ങൾ എന്നെ ഫസ്റ്റ് കാണുന്നു. ഞാൻ ആരായിട്ട് പ്രസംഗിക്കുന്ന നക്ക് നിൽക്കില്ലെന്നെ. എൻ്റെ അസിലും മലമാണെങ്കിലും പ്രസംഗിക്കുന്ന ഞാൻ നക്ക് നിൽക്കില്ലെന്നെ. പക്ഷേ ഈ മലയാളം പ്രസംഗിക്കുമ്പോൾ ഞാൻ 5 കൊല്ലം മുമ്പ് കാഞ്ഞങ്ങാട്ടിരിക്കുമ്പോൾ ഞാൻ മലയാളം പ്രസംഗിച്ചു. അതിൽ പിന്നെ ഇന്നത്തോളം ഞാൻ മലയാളം പ്രസംഗിച്ചിട്ടില്ല. കൂടെയാണ് ഞാനിപ്പോൾ എന്താക്കുന്നത് മലയാളം പ്രസംഗിക്കുന്നത്. കാരണം
നിന്ന പള്ളിയെല്ലാം നക്ക് നീക്കാറുള്ളൂ. അവർക്ക് ഒരാൾക്ക് മല നടത്താനില്ല. കൂടെ നിങ്ങളുള്ളവർ അപ്പോൾ നിങ്ങൾക്ക് മലാമലാണല്ലോ, അല്ലെങ്കിൽ മലയാളത്തിൽ രണ്ട് മിക്സ് ആവും. ബേജറാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഞങ്ങൾ ഈ സദസ് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വന്നപ്പോൾ ഭാര്യ ഹുസൈൻ്റെ ഇല്ലെങ്കിൽ നല്ല പണ്ടത്തെ പാട്ട്, ബദ്ർ പാട്ടും. പണ്ട് ഞാൻ കുക്കാഞ്ചലി വാതിനി മദ്രസ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദപ്പയുടെ ഉസ്താദ് പാടിയുണ്ട്. എനിക്കത് ആ ഒരു ഓർമ്മ പുതുക്കിയ നാട്. മാഷാ അല്ലാഹ്, പണ്ടത്തെ പാരമ്പര്യമുള്ള നാട് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഏതായാലും പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ തിങ്കൾ നാളെ ഇൻഷാ അല്ലാഹ്, ഇന്ന് മാത കണ്ടിട്ടില്ല, നാളെ മാത കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഏകദേശം നാളെ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ തിങ്ങോ. കഴിഞ്ഞ ഒരു നിങ്ങത്തോട് അള്ളാണ്ട് ദ്വാരുന്നുണ്ട് വന്നു. എല്ലാ നിസ്കാരത്തിന്റെ പിന്നെ ഞങ്ങൾ ദ്വാരക്കുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനും റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് താ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനെ ഞങ്ങൾക്ക് എത്തിച്ചു താ. ഞങ്ങൾ കഴിഞ്ഞ റജബിലെ നിങ്ങൾ ദ്വാരന്നുണ്ടല്ലോ. ഇനി റജബ് കഴിഞ്ഞില്ലെങ്കിൽ കാലം ഞങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ ദ്വാരക്കണം. റജബിനെ കൂട്ടിക്കൊള്ളു. ഹദീസിലൊക്കെ വാരിദായിട്ടുള്ള ദുആയാണ്. എല്ലാ സദസ്സിലും എല്ലാ സമയത്തും ഞങ്ങൾ ദ്വാരക്കേണ്ട ദുആ. കാരണം എന്തേ? പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലേക്ക് എത്തിച്ചു തന്നെ അള്ളാഹ് നിങ്ങൾ ദ്വാരക്കുന്നതാണ്. ഞങ്ങൾ ഒത്തിരി മംഗലം നടക്കുമ്പോൾ ഞങ്ങൾ എന്താക്കുന്നു, ഒരു 3-4 തിങ്കൾ മുന്നേ റെഡിയായിട്ട് വരുന്നു. മംഗളത്തിന് ഡ്രസ്സ് എടുക്കാനും പൊന്നെടുക്കാനും പാൻസി എടുക്കാനും ചുവപ്പെടുക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും എന്താക്കുന്നു, 2 തിങ്കൾ 3 തിങ്കൾ മുന്നേ റെഡിയായിട്ട് വരുന്നു. മംഗളത്തിന് എന്ത് മംഗല വന്നല്ലേ എന്നിട്ട് എന്താക്കുന്നു, അതിന് വേണ്ടി നമ്മൾ റെഡിയാകും അല്ലെ. അതേപോലെ ആയിട്ടിരിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത് റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാന ഉമ്മത്തി ശഫീഉനാ റസൂലുള്ളാഹി. മദിയാനില്ല സ്വലാത്ത് വാർഷികത്തിന്റെ നോട്ടീസിൽ കാണും 30ാമത്തെ വാർഷികം. പക്ഷെ സലാത്ത് ചൊല്ലുമ്പോൾ ഒരു സലാത്ത് തിരിച്ചിട്ടില്ല, മറുപടി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത് റജബ് അല്ലാഹുവിന്റെ തിങ്ങോ, ശഅബാൻ എന്റെ മാസം, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുമ്പോൾ ആ ശഅബാൻ എന്നുള്ള തിങ്ങോ അത് പൊറുക്കപ്പെടുന്ന ഒരു മാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പൊറുക്കപ്പെടുന്ന ഒരു മാസം, ശുദ്ധീകരിക്കുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ. റമളാൻ നോമ്പിന് വേണ്ടിയിട്ട് ഞമ്മോ ശഅബാൻ നോമ്പിന് നിങ്ങൾ ശരീരം കൊണ്ടിട്ട് നോമ്പ് കൊണ്ടിട്ട് നിങ്ങൾ ശരീരത്തിനെ ശുദ്ധിയാക്കുന്ന മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ ചെല്ലിട്ട് തരുമ്പോൾ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമാക്കപ്പെട്ട റജബ് തിങ്കൾ കടന്നു വന്നെങ്കിൽ അയാളെ പീഡന എന്താക്കും, ബന്ധാക്കും. കച്ചവടം ബന്ധാക്കിയിട്ട് ശഅബാനിൽ ഖുർആൻ ഓതാൻ തുടങ്ങും, സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങും. പരിശുദ്ധമാക്കപ്പെട്ട റജബ് റമളാൻ തീരുന്നത് വരെ ഇങ്ങനെ ഖുർആനും സ്വലാത്ത് ഓതിക്കൊണ്ടിരിക്കും. പക്ഷേ അയാൾ പീഡനാക്കാൻ ഓപ്പണാക്കലാണ്. നിങ്ങൾ ഓപ്പണാക്കാതിരിക്കുന്ന നിങ്ങളുടെ വീടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണാക്കി. അപ്പോ മഹാന്മാരായ സ്വഹാബിമാർ ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ ദിനത്തിനെ നല്ല ബഹുമാനിച്ചിട്ടുണ്ട്. റജബിനെ എല്ലാവരും ആദരിക്കും, റജബിൽ നോമ്പ് പിടിക്കും. കുറെ ആൾക്കാർ റജബ് അള്ളാഹുവിന്റെ തിങ്ങാതുകൊണ്ട് എന്താക്കുന്നവര് നല്ലോണം ഒരു റെസ്പെക്ട് കൊടുക്കുന്നവര്, റമളാനെ നല്ലോണം ആദരിക്കുന്നു നോമ്പ് പിടിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ മറന്നു പോകുന്നൊരു തിങ്ങ ഏത്? പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ. അതിന് വേണ്ടിയിട്ടാണ് ശഅബാനിൽ കുറേ പ്രത്യേകതകൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നു. ആരെങ്കിലും ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ ദിനത്തെ ഒരാൾ നോമ്പെടുത്തെന്ന് കണ്ടെങ്കിൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരത്തിന് അല്ലാഹു നരകം ഹറാമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ ആ സ്വർഗ്ഗത്തിൽ റമദാൻ നോമ്പ് നോക്കിയ ഒരാൾ നാളെ സ്വർഗ്ഗത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചങ്ങായിമാരായിട്ടിരിക്കുവായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്നു. അതായത് ആ ശഅബാനിലാണെങ്കിൽ ഒരാൾ നോമ്പ് നോക്കിയെങ്കിൽ ഒരു നോമ്പ് എപ്പോ 30 ഒരു നോമ്പാണെങ്കിൽ എന്താക്കണം, പിടിക്കണം. ബറാത്തിന്റെ നോമ്പ് മാത്രമല്ല, അതും പിടിക്കണല്ലേ, വേറെ കൂടി എന്താക്കി നോമ്പ് പിടിക്കണോ. ഇനി ഒരാൾ ശഅബാൻ 30 നാൾ ഒരാൾ നോമ്പ് നോക്കിയാലോ, അവനെ കുറിച്ചാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഹവ്വനല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത്. ആരെങ്കിലും ഒരാള് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ തിങ്കളിൽ ആരെങ്കിലും ഒരാള് 30 നാൾ ഒരാൾ ഒരു നോമ്പ് പിടിച്ചെന്ന് കണ്ടെങ്കിൽ ശഅബാൻ 1 മുതൽ 4 മാസം കണ്ട മുതൽ റമദാനിന്റെ മാസം കാണുന്നതിന്റെ വരെ ആരെങ്കിലും ഒരാൾ 30 നോമ്പ് പിടിച്ചെന്ന് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അവന് മരണവേദന എളുപ്പമാക്കി കൊടുക്കുമെന്ന. അത് മാത്രമല്ല വദഫ അൻഹു ദുലിമാത്തൽ ഖബർ വഹുവ മുൻകർ വനകീർ അലൈഹി സ്വലാത്തു വസ്സലാം. മഹാന്മാരായ രണ്ട് മലക്കുമാരുള്ളാരല്ലേ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിച്ചു തരുന്ന രണ്ട് മലക്കുമാരുള്ളാരല്ലേ മഹാനായ മുൻകർ വനകീർ. നാളെ നമ്മ മരിച്ചെന്ന് കണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഖബറിലേക്ക് താഴ്ത്തി വെച്ചപ്പോ മൂടി കല്ല് വെച്ചിട്ട് എല്ലാവരും തിരിഞ്ഞു പോകുമ്പോ ആ ഖബറാലി ചെരുപ്പിന്റെ ശബ്ദം പോലും കേൾക്കുമെന്ന് പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് മുൻകർ വനകീർ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ വന്നിട്ട് ഒരേ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് ചോദ്യം എന്നറിയുമോ? ആ മലക്കുമാര് വന്നിട്ട് മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക, ഇങ്ങനെ സവിസ്താരമായിട്ട് ആ മലക്കുമാര് ഞങ്ങളുടെ ചോദ്യം കേൾക്കുന്നില്ലേ? ആ ചോദ്യത്തിന്റെ എളുപ്പത്തിലുള്ള മറുപടി കൊടുക്കുക. ആ ശഅബാനിൽ നോമ്പ് പിടിച്ച ഒരാൾക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിൽ അവന് ഇരുട്ടിൽ എന്താക്കും അല്ലാഹു, ഖബറിൽ മൂടിക്കണ്ടു വെച്ചാൽ പിന്നെ ആ മനുഷ്യന്റെ ഇരുട്ടിൽ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമെന്ന. എപ്പോ ശഅബാൻ തിങ്കളിൽ നോമ്പ് പിടിച്ചു നമ്മളെ ഖബർ അല്ലാഹു വെളിച്ചമാക്കി തരട്ടെ. അപ്പോ ആ ശഅബാൻ നോമ്പിന് കുറെ പ്രത്യേകതയുണ്ട്. പിന്നെ വിധങ്ങൾ ചൊല്ലിയത് വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ശഅബാനിന്റെ 30 നാൾ ഒരാൾ നോമ്പ് പിടിച്ചെന്ന് കണ്ടെങ്കിൽ അന്ത്യനാളുടെ ഔറത്തിനെ അല്ലാഹു മറക്കുന്നതാ. പിന്നെയും നബിതങ്ങൾ ഹദീസിൽ ചെന്നത് കാണാം, ശഅബാൻ ജുന്നത്തും മിനന്നാർ ഫമൻ അറാദ യൽഖാനി ഫൽയസ്മുഹു വലൗ ബിസലാസതി അയ്യാം. ശഅബാൻ നോമ്പുണ്ടല്ലേ, അത് നരകത്തിൽ നിന്നുള്ള മറയാണ്, നരകത്തിലേക്കുള്ളൊരു മറയാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിന്റെ നോമ്പ്. അത് മാത്രമല്ല ഫമൻ അറാദ യൽഖാനി, ആർക്കെങ്കിലും അവർക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ അവൻ റമദാൻ തിങ്കളിൽ നോമ്പ് പിടിക്കട്ടെ, ശഅബാനിൽ നോമ്പ് പിടിക്കട്ടെ, അതൊരു 3 ആണെങ്കിലും നോമ്പ് പിടിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 നോമ്പാണെങ്കിൽ എന്താക്കി ശഅബാനിൽ പിടിക്കിയത് മഹാനായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത് ശഅബാൻ അശ്ശഹരി. ശഅബാൻ ആര് തിങ്ങോ? എന്റെ തിങ്ങോ എന്ന് എന്റെ തിങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാനുള്ള കാരണം എന്താ നോക്കി. നിസ്കാരം എന്നുള്ളത് ഇബാദത്ത്, നോമ്പ് എന്നുള്ളത് ഇബാദത്ത്, ഹജ്ജ് എന്നുള്ളത് ഇബാദത്ത്, ഉംറ എന്നുള്ളത് ഇബാദത്ത്. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നതാണ് ഈ ഇബാദത്തുകൾ. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ചെണ്ടു തരുന്നില്ലെങ്കിൽ സ്വലാത്ത് എന്നുള്ളത് ഇമാമിക നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൂടുതൽ പ്രാധാന്യം സ്വലാത്തിനുണ്ടെന്നാണ്. കുറെ പ്രാധാന്യം. ഇവിടെ സ്വലാത്തിന് ആര് വരുന്ന അവസ്ഥ? സ്വലാത്തിന് ആൾക്കാരുണ്ടോ? ഉണ്ടാകുന്നല്ല. ഇൻഷാ അല്ലാഹ് ഈ വാദ് അർത്ഥായത് ഇനി ആൾ കൂടും കുറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ബഹുമാനിച്ചതും അള്ളാഹു പരിഗണിച്ച മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ. ഈ വരുന്ന ദിനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പരിഗണിച്ചത്. മാത്രമല്ല ശുപാർശയ്ക്ക് വേണ്ടി അധികാരം കൊടുത്തതും പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് നാളെ ശഫാഅത്തിനുള്ള ഒരേ ഒരു പ്രവാചകൻ. അത് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ ലോകത്തേക്ക് അള്ളാഹു കടന്നു വന്നത്, അള്ളാഹു കടത്തിയത് ആദ്യമായിട്ട് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശമാണ്, നൂർ. നബി തങ്ങളെ നൂറാണ് അല്ലാഹു ആദ്യമായിട്ട് പടച്ചത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന 10,000 വർഷം മുമ്പാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലാഹുവിന്റെ നൂറിന്റെ പ്രകാശത്തിനെയാണ് സൃഷ്ടിച്ചിരുന്നത്. ആ പ്രസ്തുത ആ റൂഹുണ്ടല്ലോ, ആ പ്രകാശമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാനസുറുദത്തിൽ വെച്ചാണ് ആ നബി തങ്ങളുടെ റൂഹ് എപ്പോഴും എല്ലാ ദിവസവും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടായിരുന്നു. പിന്നീടാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം, ആദം നബിയെ പടച്ചതിന്റെ ശേഷമാണ് ആദം നബിയുടെ മുതുകിലാണ് അല്ലാഹു ഹബീബായ തങ്ങളെ പ്രകാശം ഇട്ട് കൊടുത്തത്. ലൗലാക ലമാ ഖലഖുൽ അഫ്ലാ. അല്ലാഹു പറയുന്നുണ്ട്, നബിയേ നബിയേ, അങ്ങില്ലായിരുന്നെങ്കിൽ നബിയേ അങ്ങയുടെ ഞാൻ ഈ ലോകം സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ ഭൂലോകം ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല, ആകാശങ്ങളെ സൃഷ്ടിക്കുമായിരുന്നില്ല, സർവചരാചരങ്ങളെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല നബിയേ. നിങ്ങൾക്ക് വേണ്ടിയാണ് നബിയേ ഈ ലോകത്തിനെ ഞാൻ സൃഷ്ടിച്ചതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അല്ലാഹു പറയുന്നത്. ആ നബി തങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു ലോകം സൃഷ്ടിച്ചത്. മഹാനായ ഇമാം ദൈവമി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മുസ്നദിൽ കാണുന്ന ഒരു ഹദീസ് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു, യാ മുഹമ്മദ്, നിശ്ചയം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നബിയേ, നബിയേ നബിയേ, അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് നബിയേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു കൊടുക്കുകയാ, ലൗലാക മാ ഖലഖ്തുകാ, ലൗലാക മാ ഖലഖ്തുൽ ജന്നത വലൗലാ മാ ഖലഖ്തൻ നാർ. നബിയേ നബിയേ, അങ്ങില്ലായിരുന്നെങ്കിലോ അല്ലാഹു ആ സ്വർഗ്ഗത്തിനെ പടക്കുമായിരുന്നില്ല നബിയേ. അങ്ങില്ലായിരുന്നെങ്കിലോ അല്ലാഹു നരകം പടക്കുമായിരുന്നില്ല നബിയേ എന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. നബിയേ, നിങ്ങൾ വീട്ടില്ലായെങ്കിൽ
അല്ലാഹു സ്വർഗ്ഗത്തിനെയും നരകത്തിനെയും രണ്ടും സൃഷ്ടിക്കലാണ് നബി എന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ റിപ്പോർട്ടിലുണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രകാരം അദ്ദേഹം ആദം നബി അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ, അബൂ മുഹമ്മദ് എന്ന പേര് എനിക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ, അതുവരെ ആരും വിളിക്കാത്ത പേരാണ് അബൂ മുഹമ്മദ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന നബിയേ, എനിക്ക് നിങ്ങൾ സൂചനാ നാമമായി അബൂ മുഹമ്മദ് എന്ന് വെക്കാനുള്ള കാരണം എന്താ? അതിന് മുമ്പാണ് ആ പേര് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരും വിളിച്ചിട്ടില്ല. അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ്. എന്തിനാണ് അല്ലാഹ് അബൂ മുഹമ്മദ് എന്ന പേര് എനിക്ക് നിങ്ങൾ വെക്കാനുള്ള കാരണം എന്താണ് നബി? അല്ലാഹുവേ, അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നബിയേ ആദമേ, തലയൊന്ന് പൊന്തിച്ച് നോക്കി ആദമേ, തലയൊന്ന് ഉയർത്തി നോക്കി ആദമേ. അങ്ങനെ മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്വർഗ്ഗലോകത്തിലെ തലയൊന്ന് ഉയർത്തി നോക്കുമ്പോ അല്ലാഹുവിന്റെ അർശിലാണ്, അല്ലാഹുവിന്റെ അർശിന്റെ മുകളിലാണ്, അവിടെയാണ് എഴുതി വെക്കപ്പെട്ടത്. എന്താണെന്നറിയുമോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നത്. ആദം നബി ചോദിക്കുന്നു, യാ അല്ലാഹ്, ഈ പ്രകാശം എന്താണ് അല്ലാഹ്? അവിടെ കാണുന്ന അർശിന്റെ മുകളില് ഒരു പ്രകാശം കാണുന്നുണ്ടല്ലോ അല്ലാഹ്, അതെന്താണ് പ്രകാശമെന്ന് പറഞ്ഞു തരൂ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ആദമേ, ആകാശത്ത് അഹ്മദ് എന്നോ ഭൂമിയിൽ മുഹമ്മദ് എന്ന പേരുള്ള നിങ്ങളുടെ സന്താനങ്ങളില്, നിങ്ങളുടെ പാരമ്പര്യത്തില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ സന്താനത്തിൽപ്പെട്ട ഒരു നബി വരാനുണ്ട്. നബിയേ, ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ആദമേ, ആ നബിയുടെ പ്രകാശമാണ്, ആ നബിയുടെ നൂറാണ്, ആ നബിയുടെ ആത്മാവാണ്, ആ നബിയുടേതാണ് നിങ്ങൾ കാണുന്ന ആകാശത്തിന്റെ സ്വർഗ്ഗത്തിന്റെ മുകളിലുള്ളതായ അർശിൽ കാണുന്ന പ്രകാശം. അത് മുഹമ്മദ് നബിയുടേതാ. ആദം നബിയേ, ആദം നബിയേ, ആ പ്രകാശമാണ് നിങ്ങൾ കണ്ടത്. ആ പ്രകാശമില്ലായിരുന്നെങ്കിൽ, ആ മുഹമ്മദ് നബി ഇല്ലായിരുന്നെങ്കിൽ നബിയെ നിങ്ങളെ ഞാൻ പടക്കുമായിരുന്നില്ല, നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. മഹാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ആദം നബിയോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ നബിയെ, ആ മുഹമ്മദ് ചെന്ന പ്രവാചകനെ ഞാൻ പടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പടക്കാരൻ നബിയെ. ചിന്തിക്ക്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദിടാൻ വേണ്ടി എന്താക്കി? അല്ലാഹു കൽപ്പിച്ചു. എല്ലാ മലക്കുമാരും സുജൂദിട്ടാൽ ഒരു ഹംക്കാണ് സുജൂദിടാത്തത്. ഇബ്ലീസിലാണ് പോവാ. ചെല്ലി മക്കളെ, ഇബ്ലീസിലാണ് പോവാ. ആ ഇബ്ലീസ് എന്താക്കിയിട്ടില്ല? സുജൂദിട്ടിട്ടില്ല. അഹങ്കാരം, ഞാൻ സുജൂദിടുന്നില്ല. പക്ഷെ സുജൂദിടാൻ അല്ലാഹു കൽപ്പിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അല്ലാഹു ആദം നബിയുടെ മുതുകിലേക്ക് ഇട്ടു. മുതുകിനാണ് പിന്നെ അവസാനം അല്ലാഹു മുഖത്തിലേക്കാണ്, വീട്ടിലേക്ക് എന്താക്കി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ഇട്ടു. ആ പ്രകാശം കാരണം കൊണ്ടാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദിടാൻ പഠിപ്പിച്ചത്. വെറുതെയല്ല, അല്ല. ഇതിന് അവിടെ ആദം നബിയുടെ മുഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമുണ്ടായി. പിന്നെ ആദം നബി അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടന്ന് ഭൂമിയിലേക്ക് കടത്തിയപ്പോൾ എന്തായി? ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടത്തിയപ്പോൾ ആ പ്രകാശത്തിന് പിന്നെന്താക്കി? മുതുകിലേക്ക് ഇട്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ഇല്ലെങ്കിൽ അല്ലാഹ് അകത്തില്ല.
അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വലാത്തിന്റെ മഹത്വത്തേക്ക് ഞാൻ വരുന്നു, അതിന്റെ മുന്നേ കുറച്ച് വിശദീകരണം ചെല്ലണമല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുന്ന കാണും, ആദം നബിക്ക് മുമ്പിൽ എന്താക്കി, എല്ലാ മലക്കുമാരും സുജൂദിട്ടായിരുന്നു. എല്ലാ മലക്കുമാരും സുജൂദിട്ട സന്ദർഭത്തിലാണ്, ഏതുവരെ സുജൂദിട്ട്, ഉച്ച മുതൽ അസർ വരെയാണ് ആദം നബിക്ക് അള്ളാഹു സുജൂദിനെ കൽപ്പിച്ചത്. ഉച്ച മുതൽ അസർ വരെ. അങ്ങനെ സുജൂദിട്ട ശേഷമാണ് കുറെ നേരം കഴിഞ്ഞിട്ട് ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിക്കുന്നു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു ആദം നബിക്ക് ഒരു ചെറിയൊരു ഉറക്ക് കൊടുക്കും. ചെറിയൊരു ഉറക്ക്. ആ ഉറക്ക് കൊടുത്തപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എടുത്ത ഭാഗത്ത് നിന്നാണ് അല്ലാഹു ഉണ്ടാക്കി വാറ് എല്ലുകൊണ്ട് ഹവ്വ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സൃഷ്ടിച്ചു. അങ്ങനെ കുറച്ച് ഉറക്കിലുണ്ടായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ വാദത്തേക്ക് ഉറക്ക് വരുന്ന ഇല്ലല്ലേ, അടുത്താന്നല്ലേ, ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് ഒരു ഉറക്ക് യസർത്തായപ്പ ഇതിലൊരു ചന്തത്തൊരു പെണ്ണ് കാണുന്നു. നല്ല സുന്ദരിയും സുമുഖിയും സുശീലാവതിയും നല്ല ലുക്കും നല്ല ഗ്ലാമറുള്ള ഒരു ചന്തത്തൊരു പെണ്ണിനെ അവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണ തുറന്നപ്പോ അങ്ങനെ ആദം നബി എന്താക്കിങ്ങനെ ഒന്ന് തൊടാൻ വേണ്ടി പോയി. ആ തൊടാൻ വേണ്ടിയിട്ട് പോകുമ്പോ ആണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ചൊന്നു, ആദമേ ഇല്ലാദമേ തൊടാനായിട്ടില്ല, തൊടാന് കുറെ സമയമുണ്ട് ആദമേ, ഒന്നുദിപ്പിക്കുക ആദമേ, തൊട്ടണ്ട ആദമേ. നിങ്ങൾ ഈ പെണ്ണിനെ തൊടലുണ്ട് കാരണം അല്ലാതെ കേൾക്കുന്ന എന്താ റബ്ബേ, എന്താ ഞാൻ തൊടണീറാ, എനക്ക് വേണ്ടിയിട്ടല്ലേ നിന്നെ സൃഷ്ടിച്ചത്, സ്വർഗത്തിൽ ഞാൻ വർത്തനേ ഉള്ളല്ലേ, എനക്ക് മടിയാണയിലേക്ക്, എനക്ക് ബോറാണയിലേക്ക്, എനിക്കൊരു കൂട്ടിനെ ഒരു ഇണയെ പടച്ചത് നീയല്ല റബ്ബേ, പിന്നെ ഞാൻ എന്ത് തൊടാനേ, എന്താ ഞാൻ തൊട്ടേക്ക്, എനക്ക് വേണ്ടിയല്ലേ സൃഷ്ടിച്ചത്. അതിനാണ് ഈ ഇണ ചേർന്ന ഏകാന്ത ജീവനത്തിന് ദാമ്പത്യത്തിലേക്ക് കടക്കണം, എന്തെങ്കിലും അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഒർത്തനെ ഉണ്ടാക്കി മതിയല്ല ബാച്ചുലറായിട്ട്. നമ്മളെ മുയിനിസ്തിന് മംഗലയിന ഇല്ല, നല്ലൊരു പെണ്ണുണ്ടെ കൂടെ നോക്കി, നല്ലൊരു പണ്ഡിതനാ, നല്ല ധാർമ്മികവും ഭൗതികവുമുള്ളതായ നല്ല ഉഷാറുള്ള ഒരു പണ്ഡിതൻ, അള്ളാഹു ഒരു സ്വാലിഹത്തായ ഇനകൾ അള്ളാഹു കൊടുക്കട്ടെ. അപ്പോ അയാൾക്കറിയാല ഏകാന്തത്തിന്റെ ജീവിതം, മറ്റേ മംഗലായിട്ട് ദാമ്പത്യ ജീവിതം. അപ്പോ ഏകാന്തതക്കാലം നല്ലതാണ് ഒരു ഇന ഞങ്ങൾക്ക് വീഴുന്നുള്ളത്. ഞങ്ങളെ എന്ത് നല്ലതും ഞങ്ങളെ പടക്കും ഞങ്ങളെ സന്തോഷവും ദുഃഖവും എല്ലാവരും ചെല്ലാനും കേൾക്കാൻ ഒരു ആളുണ്ടല്ലേ എന്ന് നമുക്ക് ഇന്നുണ്ടോ റാത്തുണ്ട്. ആരും കേട്ടുള്ള എന്ത് എന്റെ തിരിയെ ഞാൻ ചെല്ലിയ പോലെ കേൾക്കുന്നല്ലേ, അള്ളാഹു ഞങ്ങൾ തിരിയെ മറക്കല്ല ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. വേണ്ടേ ആരും ആമയാക്കുന്നില്ല, വിടിഞ്ഞ ഇല്ലല്ലേ, അള്ളാഹു തിരിയമാർക്ക് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. മതിയാവല ഔത്ത് പറച്ചൽ ചെയ്തു ജോലി ചെയ്യാമി, അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. അപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കേട്ട്, എന്താ റബ്ബേ, എനക്ക് വേണ്ടിയിട്ടല്ലേ പടച്ചത്, എനക്ക് വേണ്ടിയിട്ടല്ലേ സൃഷ്ടിച്ചത്, പിന്നെ ഞാൻ എന്ത് തൊടാനേ, അല്ല ചൊല്ലിയില്ലാതെ തൊടാനായിട്ടില്ല, തൊടുന്നെങ്കിൽ നിങ്ങൾ മംഗലാവനോ ആദമേ, നിക്കാഹ് കഴിയണോ ആദമേ, ആയിരപ്പേ ഞാൻ മംഗലാതെ ഞാൻ നിക്കാഹ് എന്നാദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ ചെല്ലുമ്പോ അല്ലാഹുവേ മഹർ കൊടുക്കാദമേ, മഹർ വേണോ, എന്ത് മഹർ റബ്ബേ, എന്നെ നീയല്ല പടച്ചത്, എന്നെ നീയല്ല സൃഷ്ടിച്ചത്, ഇതാ ഞാൻ പറഞ്ഞിട്ട് വന്നത്രല്ലേ എന്റെലോട് റബ്ബേ, എന്റെ മഹറോട് നോക്കിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നബിയേ മഹർ പറയാ നബിയേ, ഒരു 20 സ്വലാത്ത് ചൊല്ലി നബിയേ, എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, എന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ, എന്റെ കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജാവേ നബി മുഹമ്മദ് മുസ്തഫ, ആവേശമില്ലാത്ത ഹയാത്ത് നഗരിലുള്ള
നഗരത്തിലുള്ള മുഅ്മിനീങ്ങളെ ആവേശത്തോട് ചൊല്ല് മുഹമ്മദ് മുസ്തഫ. ആവേശം മതിയാവല. നിങ്ങളുടെ രാജകീയ നേതാരത്തിന്റെ പേര് കേൾക്കുമ്പോ, നിങ്ങളുടെ ലീഡറിന്റെ പേര് കേൾക്കുമ്പോ, ഏതെങ്കിലും ഒരു മാച്ചിന്റെ അവിടെ ആരെങ്കിലും കളിക്കാരന്റെ പേര് കേൾക്കുമ്പോ അന്തസ്സോടെ അഭിമാനത്തോടെ ആർജവത്തോടെ ഊർജവത്തോടെ തക്ബീർ ചൊല്ലുന്ന ഹയാത്ത് നഗരത്തിലുള്ള മുഅ്മിനീങ്ങള് ഹബീബായ തങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ആവേശത്തോടെ ചൊല്ലണം. നബിയുനാ റസൂലുള്ളാഹി സ്വലാത്ത് മതിയാവല. നബിയുനാ റസൂലുള്ളാഹി മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ. പച്ചക്കുപ്പയുടെ ഭാരമേ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മുൽ ഖുറയുടെ സർപ്പമേ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ മണവാളനായ ഹബീബായ തങ്ങളുടെ പേരിൽ ആദൻ നബിയെ ഒരു 20 സ്വലാത്ത് ചൊല്ലി നബിയെ. ഇന്ന് മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാഹു ചൊല്ലിയത് നബിയെ സ്വലാത്ത് ചൊല്ലി നബിയെ. ആ സ്വലാത്തിന് എന്തോ ഒരു മഹത്വമാ, എന്തോ ഒരു പവറുള്ള സ്വലാത്താ. അതുകൊണ്ട് ഹയാത്ത് നഗരമുള്ള മുഅ്മിനീങ്ങളെ ആവേശത്തിൽ സ്വലാത്ത് ചൊല്ലണോ. ആ പൊന്നാര നബി തങ്ങളെ പേരിൽ അല്ലാഹു ചൊല്ലിയത് നബിയെ സ്വലാത്ത് മഹറായിട്ട് തരി നബിയെ. അത് ഞാൻ സ്വീകരിക്ക നബിയെ. വേറെ ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണുന്നതാ നബിയെ ഒരു 3 സ്വലാത്ത് ചൊല്ലു നബിയെ. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയെ ഇണയായി കൊണ്ടുവരാ, ഭാര്യയായി കൊണ്ടുവരാ, തിരിയായിട്ട് കൊണ്ടുവരാ. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ കൊടുത്തതെന്താ? സ്വലാത്ത്. നബിയെ സ്വലാത്ത് ചൊല്ലി നബിയെ ഇണയാക്കി തരാ. അപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയെ മങ്ങലായിട്ട് കൊടുത്ത മഹർ സ്വലാത്ത്. അപ്പൊ എത്രയേറെ ശ്രേഷ്ഠതയുണ്ട് സ്വലാത്തിന്. ശരി, മഹത്വമാണ്. കുറെ ശ്രേഷ്ഠതയാണ് ഈ സ്വലാത്തിനുള്ളത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാഹു ചൊല്ലുന്നത് യാ ആദം സ്വല്ലി അലാ ഹബീബി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് 20 മറ. നബിയെ ആദം നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 20 സ്വലാത്ത് ചൊല്ലി. ഒരു സ്വലാത്ത് ചൊല്ലുന്നക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വലാത്തിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ നമുക്ക് സിറാത്ത് പാല കടക്കുമ്പോ നമ്മെ കൈപിടിക്കുന്ന സ്വലാത്താക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ആലോകരുടെ മനതലങ്ങളിൽ മദീനയിലേക്ക് മാടി വിളിച്ച മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. ആ സ്വലാത്തിന്റെ മഹത്വങ്ങളാണ് ഞാൻ കടക്കുന്നത്. ഈ മാസത്തിലാണ്, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു കൽപ്പിച്ചതേതാ. ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, തീർച്ചയായും അല്ലാഹുവിന്റെ മലക്കുകളും നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതിനാ സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ അല്ലാഹു വിളിച്ചത് ആരെന്നറിയുമോ? ഹയാത്ത് നഗരിലുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചാണ് അല്ലാഹു പറയുന്നത്. നമ്മളോടാണ് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ എന്താക്കി? സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
ചൊല്ലണേ എന്ന ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമാക്കപ്പെട്ട ഷാബാനിലാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഈ മാസത്തിൽ എന്താക്കണം, സ്വലാത്ത് ഇങ്ങനെ ജാസ്തിയാക്കും. എത്ര തീർന്ന അത്ര സ്വലാത്ത്. ഇനി സ്വലാത്തിന്റെ മഹത്വങ്ങൾക്ക് കടക്കും. ഒരുപാട് ശ്രേഷ്ഠതകളും പവറുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. അപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുവാണ്, ബഹുമാനപ്പെട്ട ഇമാമികൾ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ആലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ സ്വലാത്ത് എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സ്വലാത്തുല്ലാഹി സനഉഹു അലൈഹി ഇൻദൽ മലായിക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അല്ലാഹു ഇങ്ങനെ പോതിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ സ്വലാത്തില്ല എപ്പോ നോക്കിയും മലക്കുമാരിൽ അല്ലാഹു ഇങ്ങനെ നബി തങ്ങളെ മദ്ഹ് ചൊല്ലും. കാരണം എന്ത്, എല്ലാ നബിമാരും അല്ലാഹു എന്താക്കി പേരെടുത്ത് വെച്ചത്. എല്ലാ നബിമാരും, സകല നബിമാരെയും അല്ലാഹു ഖുർആനിൽ വെച്ച് കാണും. 25 നബിമാരെ പേര് ഖുർആനിൽ വന്നേര് കാണോ, യാ നൂഹ്, യാ ആദം, യാ ഇദ്രീസ്, ഇങ്ങനെ ഒരുപാട് നബിമാരെ പേര് അല്ലാഹു വിളിച്ചത്. യാ ഈസാ, യാ മൂസാ, യാ ഹാറൂൻ, ഒരുപാട് 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 നബിമാരെ പേര് അല്ലാഹു വിളിച്ചത്, പേരെടുത്തിട്ടാണ് വിളിച്ചത്. പക്ഷേ ഹബീബായ തങ്ങളുണ്ടല്ലേ, അല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന ലോകത്തെ വിശേഷിപ്പിച്ച വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വിളിച്ചത് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങനെ വിളിച്ചതാരാ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വിളിച്ചത് ആ രൂപത്തിലാ. അങ്ങനെയാണ് അല്ലാഹു വിളിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഗൗരവം, അത്രത്തോളം ഉള്ള മുഹബ്ബത്താണ് അല്ലാഹു. അതുകൊണ്ടാണ് ആയത്തുകൊണ്ടുള്ള ഉദ്ദേശമാണ് മലക്കുകൾ വെച്ച് എന്താക്കും, നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലും. അപ്പൊ ഞമ്മ എന്താക്കണം, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്നു. ഫസ്റ്റ് ആ പ്രബോധനം തുടങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ജാസ്തിയായി. ഏതൊരു വിഷയം അങ്ങനെ ഒരു നല്ലത് ഞങ്ങൾ തുടങ്ങുമെന്താവും, അതിന് എതിർപ്പുണ്ടാവും. ഏത് വിഷയത്തിലും ഒരു നല്ലതിന് ഇംപ്രൂവ്മെന്റ് ആക്കാൻ നോക്കുമ്പോൾ അതിന് അഡം വെക്കുന്ന ആൾക്കാർ കുറെ ആളുകളാണ്. നല്ലൊരു പുറകെട്ടാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് അഡംകാല വെക്കുന്ന ആൾക്കാർ സാധാരണ അത് പണ്ടേ മുതലുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ എന്തായി, കുറെ ആളുമാരെതിരാണ്. അങ്ങനെ ജബൽ അബൂ ഖുബൈസിയ പർവ്വതത്തിന്റെ താഴെ നിന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നത്. അതായത് ഇന്ന് മക്ക ഹറം ഷരീഫിന്റെ ഇപ്പുറത്ത് കാണുന്ന ശൈഖന്മാരെ ഒരു പുര കാണും, അതിനെയാണ് ഇപ്പൊ ചെല്ലുന്നത് അല്ലാഹു റസൂലാണ്. അപ്പോ ആ പർവ്വതത്തിന്റെ താഴെ നിന്നിട്ടാണ് എല്ലാ ആളുകളെയും, മക്കത്തുള്ള എല്ലാ ആളുമാരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേൾക്കുന്നു. എന്ത്, ഈ പർവ്വതമുണ്ടല്ലേ, ഈ വലിയ പർവ്വതം കാണുന്നല്ലേ, ഇതിന്റെ ബാക്കിൽ കുറെ ശത്രുമാർ ഞാൻ കൊല്ലാൻ വരുന്നത് ഞാൻ ചെല്ലെങ്കിൽ നിങ്ങൾ നമ്പ് പോരാ. അപ്പൊ ഞാൻ നിലനിൽക്കുന്നത് ഈ ടോയ്ലറ്റ് അപ്പുറത്ത് കുറെ ആളുമാർ നില കൊല്ലാൻ വരുന്നത്, നിങ്ങൾ നമ്പ് പോരാ, നീ എന്തെങ്കിലും വരും ഞാൻ കേട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോ ഓരെന്തെല്ലാരും, അതെ മുഹമ്മദ് ഞമ്മ എന്താക്കും, നമ്പു. കാരണം എന്ത്, ഒന്നാമത്തെ കളവില്ലാത്ത ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 സിഫത്താണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഒന്നു അല്ലനി വിശ്വസ്തനായ ആളും, അസ്വാദിഖ് സത്യസന്ധനായ ആളും. ഈ 2 സിഫത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത്. അങ്ങനെ അവരില്ലാതെ അതേ മുഹമ്മദ് ഞമ്മ വിശ്വസിക്കുന്നു. കാരണം എന്ത്, കളവില്ലാത്ത ആളല്ലേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്ന, അങ്ങനെ ഉണ്ടല്ലേ, എന്നെ നിങ്ങൾ നമ്പുന്നാരല്ലേ, ഓക്കെ ഞാൻ ചെല്ലട്ടെ, ഈ കാണുന്ന പർവ്വതത്തിന്റെ അപ്പുറം ആളുമാറ് നിങ്ങൾ കൊല്ലാൻ വരുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നമ്പുന്നാരല്ലേ, എന്നെങ്കിൽ ഞാനൊരു വിഷയം ചെല്ലട്ടാ. ആകാശം സൃഷ്ടിച്ചത് ഏക ഇലാഹനായ അല്ലാഹു, ഭൂമി സൃഷ്ടിച്ചത് ഖാലിഖായ അല്ലാഹു, അതിന്റെ ഇടയിലുള്ളതായ സർവചരാചരങ്ങളെ സൃഷ്ടിച്ചത് ഗഫാറായ റഹ്മാനായ റഹീമായ മാലിക്കുൽ മുലൂകായ ആ അല്ലാഹു ഈ ദുനിയാവിനെ സൃഷ്ടിച്ചതെന്ന് ഞാൻ നിങ്ങളുടെ ചൊല്ലിയെങ്കിൽ നിങ്ങൾ എന്നെ നമ്പുന്നാരാ, അല്ലെങ്കിൽ
നോക്കാതിരിക്കുന്ന ആരാ? ആൾമാരെല്ലാം വീട് നോക്കാൻ തുടങ്ങിയാൽ എന്തായി മനുഷ്യന്? ഇന്നലത്തോളം ഞങ്ങളെ ദൈവത്തിനെ ആരാധിച്ചിട്ടുണ്ടായില്ലേ? ഇന്നലത്തോളം ഞങ്ങളെ ഉപ്പാപ്പന്മാർ അവരെല്ലാരും ഇന്നലത്തോളോ ബിംബത്തിനല്ലേ ആരാധിച്ചുകൊണ്ടുണ്ടായത്? ഈ പുതിയ മനുഷ്യനെ ചെല്ലിയോണ്ടുണ്ടോ? ഇങ്ങനെ പടച്ചത് അല്ലാഹു ചൊല്ലിക്കൊണ്ടുണ്ടോ? ഈ മനുഷ്യൻ എന്തായി? ഈ മുഹമ്മദ് എന്തായി ചൊല്ലിട്ട് എല്ലാരും ചർച്ചയാക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാരും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോ അതാ സദസ്സിന്ന് ഒരു മനുഷ്യൻ ചെന്നിട്ട് ചൊന്നു, തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക യാ മുഹമ്മദ്. ഓ മുഹമ്മദേ, നീ ഹലാക്കായി പോ മുഹമ്മദേ, നീ നശിഞ്ഞു പോ മുഹമ്മദേ, നീ ബർക്കത്താവാതെ പോ മുഹമ്മദേ. തബ്ബല്ലക യാ മുഹമ്മദ്. ഒരു മനുഷ്യനാണ് ഇരിച്ചു നിന്നിട്ട് ഹബീബായ തങ്ങളുടെ പേരില് ആദ്യമായിട്ട് ശാപം കൊടുത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാരെന്നറിയുമോ? അതാണ് അബൂ ലഹബ് എന്ന മനുഷ്യനാണ്. അബൂ ലഹബ് എന്ന മനുഷ്യനാണ് ആദ്യമായിട്ട് നബി തങ്ങൾക്ക് ഒരു ശാപം കൊടുക്കുകയാ. മുഹമ്മദേ, ഹലാക്കായി പോ മുഹമ്മദേ. ഇന്നലത്തോളം ആരാധിച്ചുകൊണ്ടുണ്ടായത് ഞങ്ങളുടെ പാപ്പമാരാവട്ടെ, ഞങ്ങളുടെ ഉപ്പാപ്പന്മാരാവട്ടെ, ഞങ്ങളുടെ കുടുംബക്കാരാവട്ടെ, എല്ലാരും ആരാധിച്ചുകൊണ്ടുണ്ടായത് കൂടെ കാണുന്ന ബിംബത്തിനല്ലേ? അതിനെ കള്ളമെന്ന് പറയുന്നല്ലേ? അതിനെ ആരാധിക്കാണ്ടാണെന്നല്ലേ? എന്ത് മുഹമ്മദേ എന്തായി കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾക്ക് ആദ്യമായിട്ട് ശാപം കൊടുത്തതിന്റെ കാരണത്തോ അല്ലാഹു ഒരു സൂറത്തിനെ ഇറക്കുകയാ അബൂ ലഹബിനെതിരായിട്ട് ഒരു സൂറത്തിനെ അല്ലാഹു കൊണ്ടുവരുന്ന. ഖുർആനിൽ 114 സൂറത്തുണ്ട്, 6666 ആയത്തുണ്ട്. എന്നിട്ട് 30 ജുസുള്ള ഖുർആനിലുണ്ടല്ലേ? ഒരു ആയത്തല്ലാതെ, ഒരു സൂറത്തല്ലാതെ ഒരു ശാപത്തിന്റെ ആയത്ത് അല്ലാഹു ഇറക്കിയില്ല. എന്നാൽ ഈ അബൂ ലഹബിനുണ്ടല്ലേ, അല്ലാഹു ഒരു ശാപമായിട്ട് ഒരു ആയത്ത് തന്നെ ഇറക്കി കൊടുക്കുകയാ. തബ്ബത് യദാ അബീ ലഹബി വതബ്ബ മാ ഗന അൻഹു മാലുഹു വമാ കസബ. അബൂ ലഹബിന്റെ ശാപമായിട്ട് മാത്രമല്ല, അബൂ ലഹബിന്റെ തിരിയായിട്ടുള്ള വായിലേക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശാപം കൊടുക്കുകയാ. നോക്കി, നബി തങ്ങൾക്ക് നീ നശിഞ്ഞു പോകും, നീ ഹലാക്കായി പോകുന്ന ഒറ്റ ഒരു പദം തബ്ബല്ലക യാ മുഹമ്മദ്, അത്രേ ചൊല്ലി. അതിന് അല്ലാഹു എന്തായി കൊടുത്ത അവന്റെ സന്താനത്തിന് മുഴുവനും അല്ലാഹു ശാപത്ത് കൊടുത്തു. ആര്? അല്ലാഹു. ഇതിന് എന്റെ ഹബീബിന്റെ ശാപത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തബ്ബത് യദാ അബീ ലഹബി വതബ്ബ. അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. നശിച്ചതെന്റെ മുഹമ്മദല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹലാക്കായന്റെ നബിയല്ല. തബ്ബത് യദാ അബീ ലഹബി വതബ്ബ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ. അബൂ ലഹബ് സമ്പാദിച്ച മുഴുവൻ സ്വത്തുണ്ടല്ലേ, അത് അബൂ ലഹബിയുടെ കുടുംബത്തിന് ഉപകാരം അല്ലാഹു കൊടുക്കൂല. വമാ അഗ്ന അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات ലഹബ. ആലികത്തുന്ന നരകത്തിലാണ് അബൂ ലഹബിനെ എറിയപ്പെടുന്നത്. ആലികത്തുന്ന നരകത്തിലാണ് അബൂ ലഹബിനെ എറിയപ്പെടുന്നത്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات ലഹബ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചൊല്ലിയത് അബൂ ലഹബിന്റെ തിരിയും അവനും നരകത്തിലാണ്. നബി തങ്ങൾക്ക് സാപ്പിട്ട് ഇവനായിട്ട് അല്ലാഹു എന്താക്കി? അബൂ ലഹബിന്റെ സാപ്പിട്ട്. പിന്നെ ശത്രുമാർ കളിയാക്കിയതെല്ലുണ്ട്. നബി തങ്ങളെ അള്ളാഹ് ഇറക്കിയിട്ട് ഇത്ര മാസമായി, ഇത്ര ദിങ്ങായി, അള്ളാഹിന്റെ ശിക്ഷ കാണുന്നില്ലല്ലേ മുഹമ്മദ്, കുറെ ആൾമാർ കളിയാക്കി. പിന്നെ അതേ പർവ്വതത്തിന്റെ മീറ്റിനാണ് അബൂ ലഹബിൻ എന്താക്കി? താഴോട്ട് എരിഞ്ഞതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോ ആ
നബി തങ്ങളെ മനസ്സിനെ നൊമ്പലാക്കിയതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ആയത്ത് ഇറക്കി കൊടുത്തത്. ഇന്ന് നോക്കി ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് എത്ര ആളുമാർ കുറെ ടാർഗറ്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. ആ നബി തങ്ങളെ പേരിൽ എത്ര അവഹേളനക്കാരി മെസ്സേജുകളും ന്യൂസിലുള്ള ആങ്കർമാർ നബി തങ്ങളെ ഏകവചനത്തിലും ഉണ്ടപ്പോ നമുക്ക് മുണ്ടേ കഴിയുന്നില്ല. എന്ത് ഞമ്മന്തെങ്കിലും ഉത്തരവ് കൊടുക്കാൻ പോകുന്നില്ല. അതിനെ പ്രതിഷേധിക്കണോ? അതിനെതിരായിട്ട് നിൽക്കണോ? കാരണം അവർ ചെല്ലിയത് ലാട്ട് ബോട്ടുള്ള മനുഷ്യനെ കുറിച്ചല്ലേ. ഈ ലോകത്തിൽ അല്ലാഹു കടത്തിയ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിയുനാ റസൂലുള്ളാഹി ആ തങ്ങളെ കുറിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് കത്തലേ. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു അത്രയേ ആദരിച്ച ബഹുമാനിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ പേരിലാണ് നമുക്ക് സ്വലാത്ത് ഈ പള്ളിയിൽ സംഘടിപ്പിക്കുന്നത്. ആ നബി തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പാടിയ പാട്ട് കാണാം. ബഹുമാനപ്പെട്ട തട ഉസ്താദ് തിരു മുസ്തഫ നബി മേൽ സ്വലാത്തോദേണ്ടതാ ഖുർആൻ ശരീഫിൽ തന്ന കൽപ്പന വന്നതാ സദസിൽ സ്വലാത്ത് നീ ചൊല്ലണം ഒന്നെങ്കിലും പൊറുക്കപ്പെടും അതിൽ വന്നു പോയെങ്കിലോ ശേഖും ഒരാൾക്കില്ലാതിരുന്നാൽ മദീദ് എന്നാ സുഹൃത്തേ സൂഫികൾ പറയുന്നത്. സ്വലാത്ത് കൂടുതൽ ആര് ചൊല്ലുന്നുണ്ട് അവൻ നാല് നബിയോ ദർക്കബാനെന്നുണ്ട്. ആ സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്. അല്ലാഹു പോലും മലക്കുമാർ സ്വലാത്ത് ചൊല്ലുമ്പോ അതിനാണ് അബൂ തൽഹാ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരു നാൾ ഞാൻ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികത്തേക്ക് പോകുമ്പോ ആ നബി തങ്ങളെ മുട്ടനാണെന്ന് പോകുമ്പോ ആ നബി തങ്ങളെ മുമ്പിൽ ഞാനെന്ന് പോകുമ്പോ ആ ഹബീബായ തങ്ങളെ വളരെ സന്തോഷനായിരുന്നു. വളരെ കുസിലുണ്ടായി. ഞാനെന്ന് നബി തങ്ങളെ അരികത്തേക്ക് പോകുമ്പോ നബി തങ്ങൾ ഭയങ്കര കുസിലുണ്ടോ. ആ നബി തങ്ങളെ കുസി ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല എന്ന് മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ അബൂ തൽഹാ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്ന നബിയേ, എന്ത് നബിയേ ഭാര്യ കുസിയിലുള്ളാരല്ല നബിയേ, എന്ത് നബിയേ ഇത്രത്തോളം സന്തോഷിക്കാനുള്ള കാരണം എന്ത് നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ഇന്നല്ലാഹ തബാറക വ തആല യുബശ്ശിറുക അലൈസ അഹദുൻ മിൻ അഹ്ലി ദീനിക യുസല്ലി അലൈക സ്വലാത്തൻ ലില്ലാഹ് സല്ലല്ലാഹു സല്ലി അല്ലാഹു അസ്സ വജൽ വ മലായികതുഹു അലൈഹി ബിഹാ അശറാ. ആ പുന്നാര നബി തങ്ങൾ സന്തോഷത്തിൽ ഉണ്ടാവുമ്പോ ബഹുമാനപ്പെട്ട അബൂ തൽഹാ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന നബിയേ, എന്താ നബിയേ കുസിലുള്ള ആളല്ല നബിയേ. അപ്പൊ നബി തങ്ങൾ ചൊല്ലിയത് ഞാനങ്ങനെ കുസിലില്ലാതിരിക്കണോ, എനിക്ക് ഭയങ്കര കുസിയായിട്ടുണ്ടോ. നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമോ എന്റെ വന്നിട്ട് മുണ്ടിട്ട് പോയത്. എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് ചൊല്ല്, നല്ലൊരു വാർത്ത ഉണ്ട് ചൊല്ല്. എന്നിട്ട് ഞാൻ കേട്ട നബിയേ, എന്ത് നബിയേ. ജിബ്രീൽ ചൊല്ല് സന്തോഷ വാർത്ത എന്ത് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയതെന്തുണ്ടാ, നിങ്ങളുടെ പേരില് ആർക്കും ഒരാള് എന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയേക്ക് അവന്റെ പേര് അല്ലാഹു മലക്കുമാർ സ്വലാത്ത് ചൊല്ലുന്നതാ. ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാള് ഒരു 10 സ്വലാത്ത് ഒരു ദിവസം പറഞ്ഞ അല്ലാഹു അവന്റെ മലായികത്തുകള് 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞത് ഞാനല്ല മുഅ്മിനീങ്ങള്. ഇവിടെ വാദിന് വന്ന ഷഫീഖ് കൗസരി അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് പറഞ്ഞതല്ല. ഇൻഹുവ ഇല്ലാ വഹിയുഹാ, അല്ലാഹുവിന്റെ വഹിയല്ലാതെ ലോകത്തിൽ ഒരു ഹർഫ് പോലും ഉണ്ടാത്ത മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയത്. എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയത് അവന്റെ പേരിൽ അല്ലാഹു മലക്കുമാർ സ്വലാത്ത് ചൊല്ലുമെന്നാണ്. ഹഖ്ഖുൽ ലിമൻ സല്ലല്ലാഹു അലൈഹി അല്ലാ യുഅദ്ദിബഹു മിന്നാ
ഒരാൾക്ക് അല്ലാഹുവിന്റെ സ്വലാത്ത് കിട്ടിയെന്ന് കണ്ടെങ്കിൽ അവന് നരകം ഹറാമാ. അവന് നരകത്തിൽ ശിക്ഷിക്കാതിരിക്കാൻ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഞാൻ ഒരു 10 സ്വലാത്ത്, കൊറോടിൽ ഒരു 10 സ്വലാത്ത് എന്താക്കണം? ഒരു നാക്ക് ചൊല്ലാം. അത് ഒരു വക്തി ഇരുന്നിട്ട് എന്താക്കാം? ഒരു 10 സ്വലാത്ത് ചൊല്ലാം. ഈ പള്ളിയിൽ ഒരു സ്വലാത്ത് നടക്കുമ്പോ ആ മജ്ലിസിൽ നമുക്ക് വരാം, നമുക്ക് വന്നിട്ട് സ്വലാത്ത് ചൊല്ലാം. അത്രയേറെ പുണ്യമുള്ളതാണ് സ്വലാത്ത് എന്നുള്ളത്. ബഹുമാനപ്പെട്ട അബുൽ ശഹറാനി റളിയല്ലാഹു തആല അയാളെ ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു ഹദീസ് കാണും, ഉദ്ധരിച്ചതായ ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ഷാദിലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഒരു ഹദീസ്. ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിലെ കണ്ടു. ആ കിനാവിലെ കണ്ടപ്പോഴാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ട, അല്ല നബിയെ, നിങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു 10 സ്വലാത്ത് ചൊല്ലിയെങ്കിൽ നിങ്ങൾ ചൊല്ലല്ലേ നബി? സ്വലാത്ത് ചൊല്ലണോ? ആ 10 സ്വലാത്ത് നമ്മൾ ചെന്നത് ഹൃദയ സാന്നിധ്യത്തിൽ ചൊല്ലണം, അല്ല ഹൃദയ സാന്നിധ്യമില്ലാത്ത ചൊല്ലണം? അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം, അല്ല നമ്മൾ ഇങ്ങനെ മുണ്ടതിരിക്കുമ്പോ, നടക്കുമ്പോ, കളിക്കുമ്പോ, ചിരിക്കുമ്പോ സ്വലാത്ത് ചൊല്ലിയ മതിയാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിനാവിൽ വന്നപ്പോ കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത് അത് ഹൃദയം സാന്നിധ്യമില്ലാതെ ചൊല്ലിയതും സ്വലാത്തിന്റെ കൂലി ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എപ്പോഴും സ്വലാത്ത് ചൊല്ലും. അതിന് ഇഖ്ലാസിലെ സ്വലാത്ത് ചൊല്ലണമെന്നില്ല, എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലാം. പണിക്ക് നിങ്ങൾ പോകുമ്പോ സ്വലാത്ത് ചൊല്ലാം, അല്ലെങ്കിൽ പോലീസ് കൈകാട്ടുന്ന പേടിച്ചിട്ട് സ്വലാത്ത് ചൊല്ലണ്ട. കുറെ അങ്ങനെ ഉണ്ട്. ഗാഡിന് പോകുമ്പോ പോലീസ് പിടിച്ചെങ്കിൽ ഫൈനിട്ട് എന്താക്കുന്നത് പേടിച്ചിട്ട് സ്വലാത്ത് നിയത്താക്കുന്നു. പോലീസ് കാണും, കൈ കാട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു. അങ്ങനെ സ്വലാത്ത് ചെല്ലും എന്താക്കി ചെല്ലുകൊണ്ടിരിക്കും. സ്വലാത്ത് ഇങ്ങനെ കൂടുതൽ എന്താക്കണം? ചെല്ലണം. ഗാഡില് പോകുമ്പോ സ്വലാത്ത് ചൊല്ലാം, നടക്കുമ്പോ സ്വലാത്ത് ചൊല്ലാം, ഇരിക്കുമ്പോ സ്വലാത്ത് ചൊല്ലാം. ഉമ്മമാരെ ഇതിനകത്ത് പാത്ര കതുമ്പോ സ്വലാത്ത് ചൊല്ലാം, കിടാന ഉറക്കുമ്പോ സ്വലാത്ത് ചൊല്ലാം, കിടക്കുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലാം. എപ്പോഴും സ്വലാത്ത് ചൊല്ലാം. അതിനൊരു പ്രശ്നമില്ല. അത് ഇഖ്ലാസിലേക്ക് ചൊല്ലുന്നില്ല. ഏത് സമയത്ത് സ്വലാത്ത് ചൊല്ലിയും സ്വലാത്തിന്റെ കൂലി ലഭിക്കും. അത് കാറുകൾ ഫലം ചെയ്യുവാൻ ഷർത്തുള്ളതാ, അത് ഹൃദയ സാന്നിധ്യം അതിൽ വേണ്ടുന്നതാ. സ്വലാത്തിനത് വേണ്ട ഹബീബേ എന്ന് അൽഹാഫിദു ശർഖിയ്യത പറയുന്നുണ്ട്. ആ സ്വലാത്ത് ചൊല്ലാ, ഹൃദയ സാന്നിധ്യം വേണ്ട, എല്ലാ സമയങ്ങളിലും സ്വലാത്ത് ചൊല്ലൂ. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്നോടുള്ള ബഹുമാനം കൊണ്ട് എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് 2 ചിറകുകളുള്ള, 2 റെക്കയുള്ള, 2 ചിറകുള്ള ഒരു മലക്കിനെ അല്ലാഹു നിശ്ചയിക്കുന്നതാ. ആ മലക്കിന് വേറെ പണിയില്ല. നിങ്ങളുടെ അടുത്തേക്ക് ഒരു മലക്കിനെ അല്ലാഹു അയച്ചിട്ടുണ്ട്. ഈ സ്വലാത്തിന് പെരുന്നാളുമാർക്ക് ഒരു മലക്കിനെ അല്ലാഹു കടത്തിയിട്ടുണ്ട്. ആ മലക്കിന്റെ പണി എന്തിനുണ്ടാ? നിന്റെ ചുണ്ടിലേക്ക് മാത്രം നോക്കുന്ന പണി അയാൾക്കുള്ളതോ? ഈ സ്വലാത്ത് ചെല്ലുക എന്നിട്ട് മദീനയിലേക്ക് എത്തിക്കുന്നതാണോ? അങ്ങനെ സ്വലാത്ത് ഒരാള് എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലുന്ന ആൾക്ക് ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കുന്നതാണ്. എങ്ങനുണ്ട്? മലക്ക് കൊണ്ടുണ്ടാ, ആ മലക്കിന്റെ റെക്കയത്തത് കൊണ്ടുണ്ടാ, മലക്കിന്റെ ചിറകയത്തത് കൊണ്ടുണ്ടാ. ഒരു ചിറക് മശരിക്കിലോ, പിന്നെ ഒരു ചിറക് മഗ്രിബിലുമുള്ളതാണ്. അതിന്റെ കാലുകളുണ്ടല്ലേ 7 ഭൂമിന്റെ അടിയിലുള്ളതാണ്. അതിന്റെ കരടി ഉണ്ടല്ലേ അരിശിന് ചേർക്കപ്പെട്ടതാണ്. അല്ലാഹു മലക്കുകളോട് പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് എന്റെ അടിമയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ ആ മലക്കുമാർ സ്വലാത്ത് ചൊല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരട്ടാ. അല്ലാഹുവിന്റെ മലക്കുമാരിൽ പ്രധാനപ്പെട്ട 4 മഹാന്മാരായ അല്ലാഹുവിന്റെ ക്യാപ്റ്റനായിട്ടുള്ള 4 മലക്കുമാരുണ്ട്. അല്ലാഹുവിന്റെ ക്യാപ്റ്റനിൽ അറിയപ്പെട്ട മലക്കുമാരിൽ 4 ലീഡർമാരുള്ള മലക്കുമാർ കൊണ്ടുണ്ട്. പേര് കൊണ്ടുണ്ടാ? 10 മലക്കിന്റെ പേര് കൊണ്ടുണ്ടാ?
10 മലക്കിന്റെ പേരറിയാലോ. അതിൽ പ്രധാനപ്പെട്ട 4 മലക്കുമാറുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട അസ്റാഹീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുമാരും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തിരിക്കുമ്പോൾ നബി തങ്ങൾ അരികത്തേക്ക് വന്നു. നബിയെ, ഒരു കാര്യം പറയാനുണ്ട് നബിയെ. നിങ്ങളെ പേരിൽ ആരെങ്കിലും ഒരാളെ സ്വലാത്ത് ചൊല്ലിയാൽ നബി ഹളറത്തിൽ ഒരു ദിവസമിൽ ജിബ്രീലും മീകായിൽ ഇസ്രാഫീൽ അസ്റായീലും വദിറ്റുടൻ ജിബ്രീൽ താൻ പറയുന്നതാ, ഇന്നും സ്വലാത്തൊരു 10 ഓതുന്നതാ. എന്നാൽ അവൻ കൈ പിടിച്ച് ഞാൻ നടക്കുമേ, അതിവേഗമിൽ പാലം സിറാത്ത് കടത്തുമേ. നബിയോട് മീകായിലുടൻ പറയുന്നു, കുടിപ്പിക്കുമേ ഞാൻ അവനെ ഹൗദിൽ നിന്ന്. ഇത് കേട്ട ഇസ്രാഫീൽ നബിയോടന്ന് പറയുന്നതാ, ഞാനോ സുജൂദിൽ നിന്ന് ശിരസും ഉയർത്തുകയില്ല നബിയെ അന്ന്. പൊറുക്കപ്പെടുന്നതവൻ ചെയ്തതെല്ലാം ഇന്ന്. നബിമാരുടെ റൂഹെങ്ങിനാനതുപോല പിടി അവനെയും ഞാൻ എന്ന് അസ്റായീല. ബഹുമാനപ്പെട്ട 4 മലക്കുമാർ വന്ന് പറയുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മൻ സല്ല അലൈക 10 മററാത്ത് അന ആഖുദു ബിയദിഹി അമറുഹു അല സിറാത്ത്. നബിയേ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിയാ ഈ ഹയാത്ത് നഗറിലുള്ളവര്, ഉമ്മമാരെ, നിങ്ങൾ ആരെങ്കിലും ഒരാള് 10 സ്വലാത്ത് ചൊല്ലിയാ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് 10 സ്വലാത്ത് ചൊല്ലിയാ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന, നബിയേ, നരകത്തിന്റെ മുകളിലുള്ള സിറാത്ത് ഉണ്ടല്ലേ, ആ മുറിയ പോലത്തെ സിറാത്ത് പാലയുണ്ടല്ലേ നബിയേ, നിങ്ങളെ പേരുടെ 10 ആള് ഒരു 10 പേര് സ്വലാത്ത് ചൊല്ലിയെങ്കിൽ നബിയേ, ആ സിറാത്ത് പാലിന് ഞാനാണ് കൈപിടിച്ച് കൊണ്ടുപോകും നബിയേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, അന അസ്ഖീ മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ പേരാളുകളെ 10 സ്വലാത്ത് ചൊല്ലിയാ, ഈ ഹയത്ത് നഗറിലെ ഏതെങ്കിലും ഒരാൾ 10 സ്വലാത്ത് നബിയേ അങ്ങയുടെ പേര് ചൊല്ലിയാ, അന അസ്ഖീ മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. 4 ചൂടുള്ള മഹ്ശറ ഉണ്ടല്ലേ, ഇങ്ങനെയുള്ള മഹ്ശറ, ഭയാനകമായ മഹ്ശറ, ആ മഹ്ശറയിലെ ദാഹം കൊണ്ട് പിടക്കുമ്പോ അവനെ ഞാൻ ഹൗദുൽ കൗസർ കുടിപ്പിക്കും നബിയേ. അങ്ങനെ ആരെങ്കിലും ഒരാൾ 10 സ്വലാത്ത് നബിയെ നിങ്ങളുടെ പേര് ചെല്ലെങ്കിൽ അവൻ ഹൗദുൽ കൗസർ ഞാൻ കുടിപ്പിക്കുന്ന മഹാനായ മലക്ക് മീകായിൽ അലൈഹിസ്സലാം. എത്ര ശ്രേഷ്ഠത നോക്കി സ്വലാത്തിന്, എത്ര പുണ്യമുള്ളതാണ് സ്വലാത്ത് അല്ലേ. അതുകൊണ്ടാണ് പിന്നെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അന അസ്തുലില്ലാഹ് മാ അർഫഅ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു ലഹു. നബിയേ, അങ്ങനെ പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ, ആരുമാവട്ടെ നബിയെ, ഒരു 10 സ്വലാത്ത് അങ്ങയുടെ പേര് ചൊല്ലിയാൽ നബിയെ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കാതെ ഞാൻ തല ഒന്ന് സുജൂദ് ചെയ്ത തല ഉയർത്തൂല അല്ലാഹ് നബിയേ. നമുക്ക് വേണ്ടി
മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് വേണ്ടി സുജൂദിൽ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞിട്ടാണ് മഗ്ഫിറത്തിന് ദുആ നടക്കുന്നത്. ആ ഭാഗ്യം വേണോ? ആ തൗഫീഖ് വേണോ? ചൊല്ലിക്കോ, ഈ സ്വലാത്ത് ചൊല്ലിക്കോ. ഇവിടെ പിരിയുന്നതിന് മുമ്പായിട്ട് ജീവിതത്തിന് മാറ്റം വേണം ചെറുപ്പക്കാരാ. ജീവിതത്തിൽ നമുക്ക് മാറ്റം വേണോ? പിന്നെ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നബിയേ അന അഖ്ബിദു റൂഹഹു കമാ ഖബദത് അർവാഹുൽ അംബിയാ. നബിയേ അങ്ങയുടെ പേരാരെങ്കിലും ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയ, അതുമാരുമാകട്ടെ ആരെങ്കിലും ഒരാള് ആ നബി തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയ, നബിയെ ലോകത്ത് കടന്നു വന്ന 1,00,000 ചില്ലാര അംബിയാ മുർസലീങ്ങളുണ്ടല്ലേ, മഹാനായ ഉലുൽ മസ്മകളിലായ മഹാന്മാരുണ്ടല്ലേ, മഹാന്മാരായ ഖുർആനിൽ എഴുതപ്പെട്ട ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുണ്ടല്ലേ, അങ്ങനെ 1,00,000 ചില്ലാര വന്ന അംബിയാ മുർസലീങ്ങളെ റൂഹിങ്ങനെയാണ് മയത്തിൽ പിടിച്ചത് നബിയേ. അതുപോലെ ഞാൻ അങ്ങയുടെ സ്വലാത്ത് ചെല്ലുന്നവരെ പേര് ഞാൻ പതുക്കെ റൂഹ് പിടിക്കും നബിയേ എന്ന് മഹാനായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുമാരാണ് അല്ലാഹുവിന്റെ റസൂലിനെ മുമ്പ് വന്നിട്ട് പറഞ്ഞത്, നബിയേ ആരെങ്കിലും 10 സ്വലാത്ത് ചെന്നാൽ ഇന്നാലിന്ന് ഞാനാക്കി കൊടുക്കും നബിയേ. അത്രയേറെ പ്രാധാന്യമുള്ളതാണ്, ഒരുപാട് നേട്ടങ്ങളുള്ളതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് സ്വലാത്ത് എന്നുള്ളത്. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നതാണ് ഒരാളെ സ്വലാത്ത് ചൊല്ലിയാൽ. മൻ സർറഹു യൽഖല്ലാഹു തആല വഹുവ അൻഹു റാദിൻ ഫൽയുക്സിറു മിനസ് സ്വലാത്തി അലയ്യ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു ഒരാളെ തൃപ്തിപ്പെട്ട അടിമയായി കണ്ടുമുട്ടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നെങ്കിലോ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ തൃപ്തി വേണം നമുക്ക്. ബദരീങ്ങൾക്ക് അല്ലാഹു തൃപ്തി കൊടുത്തില്ലേ, മഹാന്മാർക്ക് അല്ലാഹു തൃപ്തി കൊടുത്തില്ലേ? റളിയല്ലാഹു അൻഹു വറളു അൻഹു. മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ് ബദരീങ്ങള്. ബദരീങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ്. അങ്ങനെയുള്ള തൃപ്തി നമുക്ക് വേണോ? നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സ്വലാത്ത്. മൻ സല്ല അലൈക അശറ മറ ഇസ്തൗജബൽ അമാന മിൻ സുഫതി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടതെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നബിയേ അങ്ങയുടെ പേര് ഒരാള് 10 സ്വലാത്ത് ചൊല്ലിയ അവൻ എന്റെ കോപത്തിന്റെ നിർഭയത്വമാകുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അല്ലാഹുവാണ് ചൊല്ലിയത്. ആരെങ്കിലും ഒരാള് 10 സ്വലാത്ത് ചൊല്ലിയത് അവനാണ് അല്ലാഹുവിന്റെ കോപമില്ല, അല്ലാഹുവിന്റെ അർസയില്ല. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനോ നിസ്കാരത്തെക്കാളും ഹജ്ജിനേക്കാൾ ഉംറയേക്കാളും മറ്റുള്ള ഇബാദത്തിലേക്കാൾ അടുക്കാൻ സ്വലാത്ത് മതിയാകുന്നതാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു മൂസാ നബിക്ക് വഹി നൽകി. എങ്ങനെയുള്ള വഹി എന്നറിയുമോ? അഖറബു മാ തകൂനു അൻത മിന്നി ഇദാ സല്ലൈത അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയെ നിങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ എന്നോട് കൂടുതലായി അടുക്കാൻ പറ്റും മൂസാ നബിയെ. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ഉത്തമമാണ് സ്വലാത്ത്. മാത്രമല്ല പിന്നെയും നിരങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്ന ഈ സ്വലാത്ത് ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാള് വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം ഒരാള് 70 പ്രാവശ്യം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്ന ഈ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയ അവന്റെ
80 വർഷത്തെ പാപങ്ങൾ അല്ലാഹു കരിച്ചു കളയുന്നത്. 80 വർഷത്തെ പാപമാണ് അല്ലാഹു കരിച്ചു കളയുന്നത്. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. 80 കൊല്ലത്തെ പാപം വെള്ളിയാഴ്ച 4 വെള്ളിയാഴ്ച 4 അസലസ്കരിച്ചിട്ട് കുറച്ച് നേരം എന്താക്കി ഒരു 70 തവണ തീരെന്താക്കി ഈ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങളാണ് അല്ലാഹു പൊറുക്കപ്പെടുന്നത്. പിന്നെ മാത്രമല്ല മലക്കുകളുടെ സ്വലാത്ത് പോലും ലഭിക്കുന്നത്. മഹാനായ അമീർ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അയാളെ ബാപ്പ ചൊല്ലിയത് മൻ സല്ല അലൈഹി സ്വലാത്തൻ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ സല്ല അലയ്യ. ഒരിക്കൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയെങ്കിൽ അവന്റെ പേര് ഉള്ള എല്ലാ മലക്കുമാര് സ്വലാത്ത് ചൊല്ലുന്നതാ. മലക്കുമാര് നമുക്ക് സ്വലാത്ത് ചൊല്ലുന്നത് ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാനാണ് മലക്കുമാര് സ്വലാത്ത് ചൊല്ലുന്നത്. മാത്രമല്ല നമ്മുടെ പേര് പോലും മലക്കുമാർ എഴുതി വെക്കും. എങ്ങനെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വ്യാഴാഴ്ച ദിവസമായ ആരെങ്കിലും ഒരാൾ മഹാനായ നബി തങ്ങൾ പറയുന്നു, വ്യാഴാഴ്ച ദിവസമായ അല്ലാഹു ചില മലായികത്തുമാരെ ഇറക്കോ. ചിലപ്പോ ഇന്നത്തെ ഈ ഒരു സ്വലാത്ത് മജ്ലിസില് ആ മലക്കുമാർ വന്നിട്ടുണ്ട്. ആരെല്ലാം ഇന്ന് സ്വലാത്ത് ചൊല്ലിയോ അവരുടെ അരികിലാണ് മലക്കുമാർ വന്നത്. എന്നിട്ട് ആ മലക്കുമാര് ദുനിയാവിലേക്ക് വരുമ്പോ അവരുടെ കയ്യിലാണ് സ്വർണത്തിന്റെ പേനയുള്ളത്, സ്വർഗത്തിന്റെ പെണ്ണുണ്ട്. മാത്രമല്ല അവരുടെ ഏടുകള് വെള്ളിക്കൊണ്ടുള്ള ഏടുണ്ട്. അങ്ങനെ അവരുടെ കയ്യിലുണ്ടാവുമ്പോ വ്യാഴാഴ്ച ദിവസമാണ് അഥവാ വെള്ളിയാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേരുകൾ ആ ഏടുകളിൽ അവർ എഴുതി വെക്കുന്നതാ. നാളെ മഹ്ശറിലേക്ക് കടന്നു വന്ന ഇതാ മലക്കുമാർ ആ പേരുള്ള ആളെ വിളിക്കുന്നതാ. മലക്കുമാർ ഏടുകൾ തുറന്നു നോക്കൂ, ആരാണോ ഈ സദസ്സിലുള്ളത്, ആരാണോ സ്വലാത്ത് ചൊല്ലിയത് അവന്റെ പേരെടുത്തിട്ട് ഹയാത്ത് നഗറിലുള്ള ഈ നാട്ടിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയ നാളെ മഹ്ശറിലാണ്, ചൂടുള്ള മഹ്ശറിലാ, അവിടെയാണ് അല്ലാഹുവിന്റെ മലക്കുമാരെ വിളിക്കുന്നത്. തങ്ങളെ മേലെ എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് ചൊല്ലില്ലേ. അതുകൊണ്ട് വാ അർശിന്റെ തലയിലെതിരുന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ പ്രവാചകനാ. 70,000 മലക്കുകളാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജന്നത്തുൽ ബഖയിലേക്കാണ് തങ്ങൾ പുറപ്പെട്ടത്. ജന്നത്തുൽ ബഖിയ ഒരുപാട് സ്വഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖിയ ഒരുപാട് 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 നല്ല നല്ല സ്വാലിഹീങ്ങള് മറമാടി കിടക്കുന്ന നാടാണ് മദീനയുടെ ജന്നത്തുൽ ബഖിയ. ആ ജന്നത്തുൽ ബഖിയിലാണ് അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെടുമ്പോ നബിയുടെ കൂടെ ഞാനും ഇങ്ങനെ പോയി. അങ്ങനെ വിധങ്ങൾ പുറപ്പെടുമ്പോ അവിടെയാണ് ദീർഘകാലത്ത് സുജൂദ് ചെയ്തു. അവിടെ ദീർഘകാലം സുജൂദ് ചെയ്തു. ഞാൻ ചോദിച്ചു, നബിയേ എന്തിനാണ് നബിയേ ദീർഘകാലം സുജൂദ് ചെയ്തതെന്ന് നബിയേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്റെ അടുത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹി തന്നതാണ്. ആരെങ്കിലും ഒരാള് എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലിയ 70,000 മലക്കുകള് അവന്റെ പേരിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതാണ്. ഹയാത്ത് നഗരമൊണ്ട പദവിയിലുള്ള മുഅ്മിനീങ്ങള് എത്രമാ തപ്പാക്കിയവരല്ലേ, എത്രമാ ഹറാമ് കണ്ടവരല്ലേ, എത്രമാ തിന്മകൾ ചെയ്തവരല്ലേ. ഒന്ന് കഴുകിക്കളയണ്ടേ. ആ പുന്നാര നബി തങ്ങളെ സ്വലാത്താണ് ലഭിക്കുന്നത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ഒരാളോ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയോ ശേഷം അതിലേക്ക് എത്തുകയോ ചെയ്ത അവന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയതുപോലെ അവന്റെ മേലെ ഞാൻ സ്വലാത്തു സലാം ചൊല്ലുന്നത്. ആ സ്വലാത്ത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തർബിയത്താണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹുമ്മ
اللهم صل على سيدنا محمد النبي الأمي وعلى آله بعدد علمك എന്ന സ്വലാത്ത് ആരെങ്കിലും ഒരാളെ പതിവാക്കിയ അവനൊരു മശായിഖിന്റെ ആവശ്യമില്ല, ഒരു ശൈഖിന്റെ ആവശ്യമില്ല. നബിയുനാ റസൂലുള്ളാഹി اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه എന്ന സ്വലാത്ത് ഒരാൾ പതിവാക്കിയാൽ അവന് ശൈഖിന്റെ ആവശ്യമില്ല, അവന്റെ ശൈഖ് ഞാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശൈഖന്മാരെ തേടികൊണ്ട് പോകുന്നില്ല, നമുക്കെന്ത് സ്വലാത്ത് മതി, ആ നബി തങ്ങൾ മതി നമുക്ക് ശൈഖ്. ആ നബി തങ്ങളെ തർബിയത്ത് കിട്ടുന്ന സ്വലാത്ത് ഒരാൾ അധികരിപ്പിച്ച അവന്റെ മുഖം കാണുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുഖം കാണാൻ ഭാഗ്യമുണ്ടാകുമെന്ന മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആരാണ് ആയിഷ? ആരാണ് ആയിഷ ബീവി? മഹാനായ നബി തങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, നബി തങ്ങളെ ഏറ്റവും അടുത്ത ചങ്ങായിയല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ്? ഒരു പ്രാവശ്യമല്ലേ ഹബീബായ തങ്ങള് ഗുഹയിലേക്ക് കടന്നു പോയപ്പോ കൂടെയുണ്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ ഹബീബായ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും രണ്ടാളും ആ ഗുഹയിലേക്ക് പോവുകയാണ്. ചരിത്രം പഠിച്ചവരോ, ചരിത്രം ഞങ്ങൾ പഠിച്ചവരോ, ചരിത്രം കേട്ടവരോ, അങ്ങനെ നബി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ രണ്ടാലും ഗുഹയിലേക്ക് പോന്നാരെ പോയ സന്ദർഭത്തിലെ ഗുഹയിലുണ്ടായിരുന്ന എല്ലാ കാട്ടങ്ങളും അബൂബക്കർ സിദ്ദീഖ് വൃത്തിയാക്കി. എന്നിട്ടാണ് നബി തങ്ങൾ കയറുന്നതിന് മുമ്പ് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിയെ ഞാനൊന്ന് കയറിക്കോട്ടെ. അവിടെ ഉള്ളതെല്ലാം വൃത്തിയാക്കി. എന്നിട്ട് ഹബീബായ തങ്ങള് അബൂബക്കർ തങ്ങളെ മടിയിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള മാളത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ മാളത്തിന് ആ ഗുഹയിലുണ്ടായിരുന്ന എല്ലാ ഒട്ടക്കോ അബൂബക്കർ തങ്ങൾക്കാക്കി തുണി വെച്ച് കൊടുത്തു. എന്നിട്ട് തുണി വെച്ച് പിന്നെ ഉള്ള ഒരു രണ്ട് മാളം വാപ്പനുണ്ടായി. അവിടെ അബൂബക്കർ തങ്ങൾക്കാക്കി കാലിങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നബി തങ്ങൾ ക്ഷീണിതനാണ്. ഹബീബായ തങ്ങൾ ഉറങ്ങുമ്പോ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരികയാ, താടി രോമങ്ങളിൽ ഇങ്ങനെ കണ്ണുനീര് വരികയാ. കാരണം എന്തെന്നറിയുമോ? നബി തങ്ങളല്ലേ മടിയിൽ കിടന്നിട്ടുള്ളതോ. ആ നബി തങ്ങൾ കിടക്കുമ്പോ ഒരു പാമ്പ് വന്നിട്ടാണ് അബൂബക്കർ തങ്ങളെ കാലിലേക്ക് ചവിട്ടിയത്, കാലിലേക്ക് കടിച്ചത്. അങ്ങനെ പാമ്പ് കടിച്ചപ്പോ അബൂബക്കർ തങ്ങൾക്ക് കാളിങ്ങനെ നമ്പരാതോ, കാളിങ്ങനെ പന്തിച്ചില്ല. കണ്ട് പന്തിക്കാത്ത കൊണ്ടുണ്ടോ കിടന്നത് ഹബീബായ തങ്ങള്. ആ തങ്ങ വന്തിയെങ്കിൽ അതബേടല്ലേ. അങ്ങനെ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ കാല് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ താടി രോമങ്ങളിൽ നിറ്റുകയാണോ. എന്നിട്ട് നബി തങ്ങളെ കവളിലേക്കാണ് കപ്പക്കാണ് തന്നെ വീഴുന്നത്. നബി തങ്ങൾ യസർത്താണോ. നബി തങ്ങൾ കേൾക്കുന്നുണ്ടേ, അബൂബക്കറെ എന്തേ കണ്ണുനീര്, എന്തിനാണ് വീഴുന്നത്? അബൂബക്കർ തങ്ങൾ ചൊല്ലി, നബിയേ ഈ മാളത്തിലൊരു പാമ്പുണ്ട് നബിയേ, ആ പാമ്പിനെ കൊത്തി നബിയേ. എന്റെ അബൂബക്കറെ എന്നെ വന്നാത്തത്, എന്താ എന്നെ വന്നാത്തത്? കാല് പന്തിച്ചെങ്കിൽ ഞാൻ എടുക്കട്ടിയല്ലേ? ഇല്ല നബിയേ, കിടന്നത് നിങ്ങളല്ലേ നബിയേ, സുഖത്തിൽ കിടന്നോളൂ നബിയേ, ഞാൻ കാല് പന്തിച്ചില്ല നബിയേ. ഹബീബായ തങ്ങളെ കണ്ണ് ഇങ്ങനെ വെള്ളം നിറയുകയാ. കാരണം എന്തേ? റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റ് നടന്നതാ മഹാനായ അബൂബക്കർ തങ്ങളോ. എത്ര സ്വാഭിമാറല്ലേ. ആ പാമ്പിനോടാണ് പാമ്പ് പറയുന്നത്, നബിയേ ബേജാറാക്കണ്ട നബിയേ, ഞാൻ അബൂബക്കർ തങ്ങൾക്ക് കടിക്കാറുള്ള കാര നബിയെ, ഞാൻ കിലോമീറ്ററാണ് വന്നത് നബിയെ. മുഅ്ജിസത്താണ് നബി തങ്ങളെ, പാമ്പാണ് സംസാരിക്കുന്നത് നബിയെ. നിങ്ങളെ കാണാൻ വേണ്ടിട്ട് ഞാന് ആ തായിന് ഈ ഗുഹയിലേക്ക് കടന്നു വന്ന നബിയെ. എന്നിട്ട് നിങ്ങളെ കാണുമ്പോ അബൂബക്കർ തങ്ങളെ കാലുണ്ട് നബിയെ, അതിന് വേണ്ടിട്ട് ഞാൻ കാല് പന്തിക്കാൻ വേണ്ടിട്ടാണ് കൊത്തിയത് നബി എന്ന് പാമ്പ് ചൊല്ലുമ്പോ പാമ്പിന് പോലോ വിഷമുള്ള പാമ്പിന് പോലോ ഹബീബായ തങ്ങളെ കാണാൻ കൊതിയാണ്.
നമുക്കൊന്ന് കാണണ്ടേ? എത്ര സ്വാമിമാരല്ലേ, എത്ര സ്വാമിമാരല്ലേ. ഹബീബായ തങ്ങള് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഹബീബായ തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലിയേ, ഹബീബായ തങ്ങളില്ലാത്ത മദീന വിട്ടിട്ട് ഞാൻ വാടക്കും വരുന്നില്ല. നബി തങ്ങൾ ഇല്ലാത്ത മദീന വിട്ടിട്ട് ഞാൻ വാടക്കുകയില്ല. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് ചൊല്ലിയേ, നബി ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട, നബി ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട. ഞാൻ യതോഫയിലേക്ക് പോകുന്നു ചൊല്ലിട്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ്, ആ ബിലാൽ റളിയല്ലാഹു അൻഹു പോയില്ലേ. രണ്ട് ഇഷ്ക് നോക്കിയോ, രണ്ട് നബി തങ്ങളെ കുറിച്ചുള്ള ആളുമാർ. ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലിയതിന്റെ നബി ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട, നബി ഇല്ലാത്ത മദീനത്തിൽ ഞാനില്ല. ചെന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പോയി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലി, നബി ഇല്ലാത്ത മദീന വിട്ടിട്ട് ഇനി ഞാൻ വാടക്കുകയില്ല. പിർസ നോക്കി, രണ്ട് മുഹബ്ബത്തെ. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നില്ല. വർഷങ്ങളായി ബിലാലിന്റെ പങ്കില്ല. ആരാണ് ബിലാൽ? ഏറ്റവും വലിയ അടിമയായിരുന്ന ബിലാൽ. ആ ബിലാലിനെ മോചിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുത്തത് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. പാണ്ടി ബിലാൽ എന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനെ തേനിശലേ, കാട്ടിലകും കുഫർ കൂട്ടത്തിലെ പുണ്യ കലിമത്തുറപ്പിച്ച പൂങ്കരളേ. അടിമുടി കടുത്ത ബിലാലാണ് അവരാത്മാവ് വെള്ളമ്പൽ പോവാന്. അബൂബക്കർ സിദ്ദീഖ് അവർ ചൊല്ലുന്നേ, ഉടമടിമത്വം മോചിപ്പിച്ചെടുക്കുന്നേ. ആരുമായി പാടുന്ന ബിലാൽ റബാഹ് റളിയല്ലാഹു, ആരുമായി പാടുന്ന ബിലാൽ റബാഹ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു വരുന്നില്ല. അബൂബക്കർ തങ്ങളുടെ കാലം കഴിഞ്ഞു, ഉമർ തങ്ങളുടെ കാലം വരുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാ. ആരെയാ സ്വപ്നം കാണുന്നത്? ബിലാൽ നെഞ്ചിലേക്ക് നടന്നതാണ്. ചൂടുള്ള പാറക്കല്ലാണ് ബിലാലിന്റെ നെഞ്ചിലേക്ക് ഇട്ടപ്പോ പോലും ഈമാൻ പതറാത്ത ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഹബീബായ തങ്ങൾ സ്വപ്നം കാണുന്നത്, ബിലാലേ മദീനയിലേക്ക് വരുന്നില്ല ബിലാലേ, എന്നോട് ദേഷ്യപ്പെട്ട ബിലാലേ, അങ്ങനെ ഭാഗം കേൾക്കാ, അങ്ങനെ ഭാഗിന്റെ മാതിരി കേൾക്കാ. കാത്തിരിപ്പാണ് ബിലാലേ, മദീനയിലേക്ക് വരും ബിലാലേ. പാതിരാ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിൽ എഴുന്നേറ്റ് നേരെ മദീനയിലേക്ക് കടന്നു പോവുകയാ. എവിടെന്നാ പോകുന്നത്? എത്രയോ കിലോമീറ്റർ, മൈലുകണക്കിന് കിലോമീറ്റർ ഉണ്ടായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടുകയാ. കാരണം എന്തേ ഓടിയത്? ആരാണ് വിളിച്ചത്? ലോകത്തിലേക്ക് അല്ലാഹു റഹ്മത്തായി കടത്തിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ആ തങ്ങളല്ലേ വിളിച്ചത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിപ്പോവുകയാ. അതാ മദീനയിലേക്ക് എത്തുകയാ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങുകയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബായിന്റെ മന്ത്രധ്വനികളാണ് കേൾക്കുന്നത്. എവിടെയാ കേൾക്കുന്നത്? മദീനയിലാ കേൾക്കുന്നത്. ആരാ കൊടുക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്ന മഹാനായ ബിലാല ഓടി വന്നു, സ്വഹാബികൾ ഓടി വന്നു. ബിലാൽ കടന്നു വന്നത് ആ ബായിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ പറയുമ്പോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഭാഗം കൊടുക്കുമ്പോ പിന്നെ ഞാൻ വരുന്ന വചനം എന്താ? പിന്നെ വരുന്ന വചനം ഏതെന്നറിയുമോ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉച്ചരിക്കാൻ കഴിയുന്നില്ല, ശബ്ദ
ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ബോധരഹിതനാവുകയാണ്, ബോധരഹിതനായി വിടുകയാ. കാരണം ഇല്ലാത്ത മദീനയിലല്ലേ ആദ്യമായിട്ട് ഭാഗം എടുത്തത് മഹാനായ ബിലാൽ. അത്രത്തോളം സ്നേഹിച്ചവരാണ്, അത്രത്തോളം സ്നേഹിച്ചവരാ. പൊന്നാര നിബിതങ്ങളെ മുഖമീട്ട് കണ്ടിരുന്നെങ്കിലോ നമ്രൂദ് രാജാവ് ഇസ്ലാമാവുമായിരുന്നു. അവൻ പോലും മതം സ്വീകരിക്കുമായിരുന്നു. ആ പ്രവാചകന്റെ മുഖം കാണാനുള്ള ഭാഗ്യം വേണ്ടി ആർക്കാണ് ഭാഗ്യമെന്നറിയുമോ? സ്വലാത്ത് ചെല്ലുന്നവർക്കാ. സ്വലാത്ത് ചെല്ലുന്നവർക്ക് മഹാനായ പ്രവാചകന്റെ മുഖം കാണാൻ ഭാഗ്യമുണ്ടാകുന്നതോ. ആദിയായ ആയിഷ ബീവി പറയുന്നുണ്ട്, നബി തങ്ങളെ പേര് സ്വലാത്ത് ചൊല്ലുന്നവർക്കാണ് ഹബീബായ തങ്ങളെ മുഖം കാണാൻ പറ്റുന്നത്. 3 വിഭാഗത്തിനൊഴികെ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഹബീബായ തങ്ങളെ മുഖം ദർശിക്കാൻ കഴിയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുമാർക്ക് നബി തങ്ങളെ എന്ത് കാണാല? മുഖം കാണാല. ഒന്ന് ആരുണ്ടാ? ഒന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യറാ വജ്ഹി സലാസത്തുൻ അൻഫുസിൽ ആഖിൽ വാലിദൈൻ. ഉമ്മക്കും ബാപ്പക്കും ഉപദ്രാക്കുന്ന, ഉമ്മനെ ബാപ്പനെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം ദർശിക്കാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുമാർ ഉമ്മനെ ബാപ്പനെ ബുദ്ധിമുട്ടിക്കുന്ന ആൾ. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. വിശുദ്ധമായ ഖുർആനിലാണ് അല്ലാഹു പറയുന്നത്, മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പന എന്ന് നീ ഓർക്കണേ. തൗറാത്ത് ഇഞ്ചീൽ രണ്ടിലും കൂടാതെ മറ്റും കിതാബിലുമുള്ളതോയ്ക്കാനേ. അത് മാത്രമല്ല പ്രവാചകന്മാർക്കൊക്കെയോ പ്രത്യേകമായി ഇതിലുണ്ട് കൽപ്പന. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഉമ്മനെയും ബാപ്പനെയും ആരെങ്കിലും ബേജാറാക്കിയെങ്കിൽ അവന്റെ മുഖം ദർശിക്കാൻ കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ഉമ്മക്കും ബാപ്പകാവട്ടെ, അവരുണ്ടാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉമ്മക്കാവട്ടെ ബാപ്പക്കാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് രണ്ടാൾക്കുമാവട്ടെ, രണ്ടാലിന് ഒരാൾക്കുമാവട്ടെ, അവർ വീട്ട് വയസ്സായെന്ന് കണ്ടെങ്കിൽ അവർ വാർദ്ധക്യത്തേക്ക് കടന്നുപോയാ പല തകുല്ലഹുമാ, അവര് രണ്ടാലിന് നീ മുന്നിരണ്ട, ഞങ്ങളെ കൊണ്ടുണ്ട ഉഫിൻ എന്നാണ് ചാജെന്ന പോലെ നീ മുണ്ടണ്ട. ആരല്ലേ ഉമ്മണ്ടെങ്കിൽ ബാപ്പടെ ചാ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ് വിശുദ്ധമായ ഖുർആൻ. ഞാൻ എത്ര ചെല്ലുന്നു അല്ലെ? ഞാൻ എത്ര പറയും? അതൊന്നും പാടില്ല മാതാപിതാക്കൾക്ക്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിറാജിലേക്ക് പോയി. എപ്പോ പോയത്? ഒന്നുണ്ടോ ഇസ്രാ മിറാജ്? എപ്പോ ആയിനാ? നാളെ കഴിഞ്ഞ റജബ് എത്രക്ക്? ഞാൻ ചൊവ്വാഴ്ച നോമ്പില്ല. ഞാൻ കുടിച്ചിനാരാ അല്ലാഹു കബൂലാക്കട്ടെ. ആ ഇസ്രാ മിറാജ് സുബ്ഹാനല്ലാഹി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറം ഇലൽ മസ്ജിദിൽ ഖസല്ലദി ബാറകനാ ഹൗലാ. എന്തുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഇസ്രാ മിറാജിലേക്ക് കടന്നുപോയത്? ആ കടന്നുപോയപ്പോഴാണ് ഒരു വിഭാഗത്തിന് നബിതങ്ങൾ കാണുന്നത്. ഒരു വിഭാഗത്തിന് കാണുന്നുണ്ട്. എങ്ങനെയുള്ള വിഭാഗം എന്നറിയുമോ? തീ കൊണ്ട തടിയിൽ ബന്ധപ്പെട്ടവരാണ്. തീ കൊണ്ട തടിയിലാണ് അവർ ബന്ധിക്കപ്പെട്ടത്. ആ ഭാഗത്തുനിന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹൗലാ? ആരാണ് ജിബ്രീലേ? ആരാണ് ജിബ്രീലേ? നരകത്തിന്റെ തീ കൊണ്ട് വെന്തിരിക്കുന്നവരാരാണ്? അപ്പോഴാണ് ജിബ്രീൽ പറഞ്ഞൽ അല്ലാഹുവിന്റെ റസൂല്, ഇവർ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടിച്ചവരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രായമായ ഉമ്മമാവട്ടെ, ആ പ്രായമായവരെ നിങ്ങൾ എന്താക്കണ്ട, അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്.
അപ്പോ വയസ്സായ ഇന്ന് ചെല്ലാൻ കുറേ ഉള്ളൂ. അത് ചെല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ടൈമില്ല. കുറച്ച് നേരത്തെ എന്താക്ക് ഞാൻ നിൽപ്പിക്കാം. കാരണം നിങ്ങൾക്ക് ബച്ചു ഇന്നലെ കാതോർത്തതല്ലേ. ഇന്നലെ ഓർമ്മ ചിലപ്പോൾ ലേറ്റായിട്ട് നിൽക്കും. അപ്പൊ ഇന്നെന്താക്കുന്ന കുറച്ച് ചെല്ല് ഞാൻ നിൽപ്പിക്കുന്ന പോലെ അതിപ്പോ നിൽപ്പിക്കണം. ചെല്ല് നിൽപ്പിക്കുന്ന ഉറക്കം വരുന്നില്ലല്ലേ, അർത്ഥം തന്നെ എന്റെ വാത്. കാരണം ഞാൻ ഇത്തരമുള്ള വ്യവസ്ഥ ആക്കിയിട്ട് ഞാൻ ഒന്ന് പടപടപടന്നാക്കിട്ട് പോയ ഇങ്ങനെ കേട്ടിട്ട് കൊണ്ടത് നിങ്ങളെ കറുത്തില്ല കൊണ്ട ഞാൻ ചില്ല് നിങ്ങൾക്ക് അർത്ഥാവും ആവണ്ട്. അപ്പോ ഇനി ജീവിതത്തിൽ കൊണ്ടു നടക്കും. ഇപ്പൊ ഇത്ര കാതൊടുത്താരല്ലോ സ്വലാത്തിന്റെ മഹത്വം. അപ്പൊ എന്താക്കണം, ഡെയിലി ഒരു സ്വലാത്ത് ഇങ്ങനെ ചെല്ലുവാരല്ലേ ഉറപ്പല്ലേ നിങ്ങൾ ചില്ലെങ്കിൽ കണക്കിലൊരു കൂലിയും എന്ത് ചില്ല ഇത്ര ഒരു വില വെച്ചാലല്ലേ നാളെ ചെല്ലും. ഇത്ര ചില്ലയില്ല അവിടെ പോയിട്ട് മാഷാ ഇത്ര ആൾമാർ എന്താക്കിയാല് സ്വലാത്ത് ചെല്ലും. അപ്പൊ അതിന്റെ കൂലി എന്താണ്? എനക്കും കിട്ടും, അള്ളാഹു തൗഫീഖ് നൽകുന്നുണ്ട്. അപ്പൊ ഉമ്മക്കും ബാപ്പക്കും ബുദ്ധിമുട്ടിക്കുന്ന ആള്, ഉപദ്രാക്കുന്ന ആള് ഓർക്കെന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം ദർശിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വിഭാഗം എന്നറിയുമോ? ഒത്താരിക്കൂലി സുന്നത്തി, എന്റെ ചര്യ എന്റെ സുന്നത്തിനെ വിടുന്ന ആൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറേ സുന്നത്തുണ്ട്. തൊപ്പി വെക്കല് സുന്നത്ത്, പിന്നെ മാഷാഅല്ലാഹ് എല്ലാം തൊപ്പി വെച്ചിട്ട് തൊപ്പിലെ പൂവളം കിട്ടിയതല്ലേ, തലമറിച്ചിനല്ലേ മാഷാഅല്ലാഹ് ഈമാൻ നൽകി ഉപയോഗിക്കട്ടെ. അപ്പോ തൊപ്പി വെക്കുന്നൊരു സുന്നത്ത് അത് പതിവാക്കി വെക്കാം. പിന്നെ മിസ്വാക്ക് സുബഹിക്ക് എഞ്ചപ്പം ജാവ് ഉറങ്ങുമ്പോൾ 5 വക്ത് നിസ്കാരത്തിന്റെ സമയത്ത് മിസ്വാക്കാക്കാനുള്ള സുന്നത്തുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സുന്നത്ത് കൊണ്ട് എന്താക്കണം? ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കിട്ടിയ കാരണം ബിലാൽ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് ബിലാൽ തങ്ങളെ, അല്ല ബിലാലെ നീ ഇത്ര നിസ്കരിച്ചിട്ടാ ഇത്ര ഇബാദത്ത് എടുത്തത് കൊണ്ടിട്ടാ എനിക്ക് സ്വർഗ്ഗം കിട്ടിയത് കേൾക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ല നബിയെ, ഞാൻ അത്ര ഇബാദത്ത് എടുത്താലല്ല, പക്ഷെ എല്ലാം നാളെ ഞാൻ ഉദു എടുത്ത് എന്താക്കും, 2 റക്അത്ത് നിസ്കരിക്കും. നിങ്ങളെ സുന്നത്ത് നബി, നിങ്ങൾ എടുത്ത അതേ സുന്നത്താണ് ഞാൻ എടുത്തത്. എല്ലാ നാളും ഉദു എടുക്കുമ്പോൾ ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ കാരണം കൊണ്ടിട്ടാണ് നബിയെ എനിക്ക് സ്വർഗ്ഗം കിട്ടിയത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെയുള്ള കുറേ സുന്നത്തുണ്ട്. മംഗലാന്ത് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ എന്താക്കാം, പതിവാക്കാം. ആ പതിവാക്കുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിക്കാൻ കഴിയും. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ പൊന്നാര നബി തങ്ങളൊന്ന് കണ്ണുകൊണ്ട് കാണുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തേത് ലം യുസല്ലി വമൻ ലം യുസല്ലി അലൈഹി ഇദാ ദുകിർതു ബൈന യദൈഹി. മൂന്നാമത്തെ വിഭാഗം ആരെയുണ്ട്? എന്റെ പേര് കേട്ട സദസ്സിൽ കേട്ടാൽ, എന്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ആളുണ്ടല്ലോ, അവന് സ്വർഗ്ഗമില്ല, അവനെന്നെ കാണാൻ കഴിയില്ല. നബിയുനാ റസൂലുള്ളാഹി മാഷാഅല്ലാഹ്. നീ എന്താക്കിയാല് സ്വലാത്ത് ഇങ്ങനെ സ്വലാത്ത് ചെറുനൽകിയിട്ടുണ്ടോ? നബി തങ്ങളെ കാണാൻ പറ്റുന്നതാണ് മഹാനായ റസൂലുള്ളാഹി. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ മിമ്പർ ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോ 3 കുറി ആമീൻ 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 ചൊല്ലി 3 വട്ടം. സ്വാമിമാർ നോക്കുന്ന രീതിയിലെ പുതിയത് ഇന്നോളം നബി തങ്ങൾ ആമീൻ ചൊല്ലിട്ടില്ല മിമ്പർ കയറുമ്പോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് സ്വാമിമാരെ കേട്ടത്, നബിയെ നിങ്ങൾ 3 ആമീൻ ആമീൻ ചെല്ലാറല്ലേ നബിയെ, എന്തിനെ നബിയെ ഇന്നൊന്നും ചെല്ലിട്ടില്ലല്ലേ? സ്വാമിമാർ അങ്ങനെ പെട്ടെന്ന് കേൾക്കും. എന്തെങ്കിലും ഒരു തപ്പ് കണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് കണ്ടെങ്കിൽ അപ്പലം ചെന്ന് കേൾക്കും, നബിയെ എന്താ അങ്ങനെ ചെല്ലി. അത് സ്വഹാബിമാരെ പ്രത്യേകം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി, അവർക്ക് ചൊല്ലു കൊടുത്തു. എന്റെ അടുത്തേക്ക് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് 3 ദുആ തരും. ആ ദുആ ഞാൻ എന്താക്കി, ഞാൻ 3 കുറി ആമീൻ 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 ചൊല്ലി. എന്ത് നബിയേ 3 വട്ടം ആമീൻ ചൊല്ലിയത് ദുആ ചെയ്ത നബിയേ. നബി തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ തിങ്ങുണ്ടല്ലേ, ആ തിങ്ങ് നിനക്ക് എത്തി കഴിഞ്ഞിട്ട് ആ റമദാന് നല്ലാവാത്ത ആളുകളല്ലേ, റമദാന് വന്നിട്ട് പോലും നന്നാവാത്ത ആളുമാർ, അങ്ങനെയുള്ള ആളുമാര് അവർ നരകത്തിലാകട്ടെ നബിയേ. ജിബ്രീൽ ദ്വാരന്നപ്പോ ഒന്നാമത്തെ പ്രാർത്ഥനക്ക് ഞാൻ പറഞ്ഞു ആമീൻ. വരുന്ന മാസമാണ് ശഅബാൻ കഴിഞ്ഞാ പിന്നെ വരുന്നത് റമദാൻ. ആ
റമദാനെ ബഹുമാനിക്കണേ, റമദാനെ ആദരിക്കണേ. ആ റമദാനെ നല്ലായില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ട്, അവൻ നരകത്തിലാകട്ടെ. രണ്ടാമത്തെ ആമീൻ. അവിടെയാണ് പറയുന്നത്, ഉമ്മക്കും പാപ്പക്കും ബുദ്ധിമുട്ടിക്കുന്ന ആള്, അവരെ വയസ്സായിട്ട് അവരെ പരിചയിക്കാത്ത മോനുണ്ടല്ലേ, അവന് നാളെ നരകത്തിലാവട്ടെ. ഞാനൊരു ആമീൻ ചൊല്ലി. മൂന്നാമത്തേതായി മുത്തുണ്ട, എന്നെ സ്മരിച്ചിട്ട് എന്റെ പേരെടുത്തിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ നരകത്തിൽ വെന്തുരുകട്ടെ. നബിയുനാ റസൂലുള്ളാഹി. അപ്പോ സ്വലാത്ത് എല്ലാത്തിനും ഗുണമുള്ളത്, മനസ്സിനെ ശുദ്ധിയാക്കുന്നതാണ് സ്വലാത്ത്. സല്ലു അലൈഹി ഫഇന്ന സ്വലാത്ത അലൈഹി സഖാത്തു ലക്കും. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയത്, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അത് മനുഷ്യന്റെ ശരീരത്തിനെ അവന്റെ തടിനെ ശുദ്ധിയാക്കാനുള്ളതാണ്. സ്വലാത്ത് ചൊല്ലിയാൽ കൽബ് പ്രകാശിക്കുമോ? കൽബ് പ്രകാശിക്കുന്നുണ്ടോ? ഞാൻ ചുരുക്കുകയാണ്. സ്വലാത്ത് ചൊല്ലിയാൽ കൽബിനെ പോലും ശുദ്ധിയാക്കാൻ കഴിയുന്നു. മൻ സല്ല അലൈഹി മുഹമ്മദിൻ തഹൂറ ഖൽബഹു മിനൻ നിഫാഖ് കമാ യതഖറു സൗബൽ മാ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയത്, ആരെങ്കിലും ഒരാള് എന്റെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ വെളുത്ത ഡ്രസ്സുകളെ ശുദ്ധിയാണ്, അതുപോലെ കാപ്പാറ്റത്തിൽ നിന്ന് മുനാഫിക്കിൽ നിന്ന് അല്ലാഹു അവന്റെ ഹൃദയം ശുദ്ധിയാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓരോ വസ്ത്രങ്ങൾക്ക് കഴുകലുണ്ട്, ഓരോ ഡ്രസ്സിന് കതാരുണ്ട്, ഓരോ ഡ്രസ്സിന് അലക്കാരുണ്ട്. അങ്ങനെ അലക്കുമ്പോ വസ്ത്രം എങ്ങനെയാണോ ശുദ്ധിയാകുന്നത്, അതുപോലെ എന്റെ പേര് സ്വലാത്ത് ചൊല്ലിയ വിശ്വാസിയുടെ ഹൃദയം ശുദ്ധിയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇല്യാസ് നബിയോ ഖിദർ നബിയും രണ്ടാളും ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ഖിദർ നബിയും അതുപോലെ ഇല്യാസ് നബിയും ഇന്ന് ജീവിച്ചിട്ടുള്ള രണ്ട് നബിമാർ, ഇല്യാസ് നബിയും ഖിദർ നബിയും ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം റളിയല്ലാഹു അൻഹു, ഓരാണ് ജീവിച്ചിട്ടുള്ള നബിമാർ. ആ നബിമാർ ഇല്യാസ് നബിയും ഖിദർ നബി, ഈ രണ്ട് നബിമാർ ചെന്ന ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ ചൊല്ലിയത്. ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയതിന്റെ, ആരെങ്കിലും ഒരാൾ മജ്ലിസിൽ ഇരുന്നിട്ട് പൂർണ്ണമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിട്ട് ഒരാൾ എന്നിട്ട് എന്റെ പേരിൽ ഒരു സ്വലാത്ത് വീട്ട് ഒരാൾ ചൊല്ലി എന്ന് കണ്ടെങ്കിൽ, എന്നിട്ട് സദസ്സിന് എഞ്ചി പോകുമ്പോ അവൻ അതുപോലെ സ്വലാത്തും ബിസ്മിയും സ്വലാത്തും ചെല്ല ഒരാൾ പോയെങ്കിൽ അവനെ ഒരാളെ ഗീബത്ത് ചെന്നതിനെ തൊട്ടിട്ട് അല്ലാഹു രക്ഷപ്പെടുത്തുന്നു എന്നാണ്. അതായത് നിങ്ങൾ ഒരാളെ ഗീബത്ത് ചെന്നതിന് എന്താക്കൂ, അല്ലാഹു തടയുന്ന. ഒരു സദസ്സിലിരിക്കുമ്പോൾ ബിസ്മിൽ ചൊല്ലി ഇരുന്നിട്ട് സ്വലാത്ത് ചെയ്തിട്ട് ഇരുന്നിട്ട് അതേപോലെ പോകുമ്പോ അതുപോലെ ചെല്ലിയെങ്കിൽ നിങ്ങളെ ഒരാള് ഗീബത്ത് ചെന്നതിനെ തടയുന്നതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഞാൻ നിർത്താൻ പോകും. പിന്നെ ഉള്ളത്, സ്വലാത്ത് ചെല്ലി ഏറ്റവും വലിയ കൂലി എതിയില്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കളയും, ഭക്ഷണ സൗകര്യങ്ങൾ അല്ലാഹു ലഭിച്ചു തരും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നതിന്റെ من نصرت عليه عجة والكثروا من الصلاة عليها. ഒരാൾക്ക് ബേജാറ് വന്നെങ്കിൽ, ഒരാൾക്ക് ടെൻഷൻ വന്നെങ്കിൽ, ഒരാൾക്ക് പ്രയാസം വന്നെങ്കിൽ, ഒരാൾക്ക് പ്രതിസന്ധി വന്നെങ്കിൽ, ഒരാൾക്ക് വേവലാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിന് സമാധാനമില്ലെങ്കിൽ അവൻ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ. ആ സ്വലാത്ത് ചൊല്ലിയ എല്ലാത്തിൽ നിന്ന്, എല്ലാ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര ആളുമാരല്ലേ ഇന്ന് ജയിലിൽ കുടുങ്ങിയിട്ടുള്ളവരുള്ളാരെ, എത്ര പേര് കുടുങ്ങിയിട്ടുള്ളാരെ, കള്ള കേസിൽ കുടുങ്ങിയിട്ടുള്ളാരെ. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്ന്, അങ്ങനെയുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ? സ്വലാത്ത് ചൊല്ലിക്കോ. ഇനി സ്വലാത്ത് ചൊല്ലിയാലുള്ള കൂലി ഹബീബായ തങ്ങളെ സ്വപ്നം കാണുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങളെ കിനാവ് കാണോ, നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്ന കിടന്നു നേരാ
നാഹു നണ്ടോക്കി നാഹുൽ കണ്ട് മുത്തു നബിയു ചാറ ഇശാറായിട്ട് നാട് സ്വലാത്ത് ചൊമ്മ ചൊന്ന് പരിപൂർണ നിലവ് പോലെ ചന്തത്തോ യാ റസൂൽ നാരിയത്ത് സ്വലാത്ത് ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിയ ഹബീബായ തങ്ങളെ സ്വപ്നം കാണുന്നത് പിന്നെയുമുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? ഹബീബായ തങ്ങളെ കൂടുതലായിട്ട് ബന്ധപ്പെടാൻ സ്ഥാപിക്കുന്നതാണ്. നിബിതങ്ങളെ മുസ്തഫത്ത് ലഭിക്കുന്നതാണ്. നിബിതങ്ങൾക്ക് നമ്മുടെ പേര് ഓർമ്മ വരുന്നതാണ്. ആരെങ്കിലും 10 ലക്ഷം തിന്മകള് മായുകയും 10 ലക്ഷം തിന്മകള് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് സ്വലാത്ത്. പ്രയാസങ്ങളെ നീക്കുന്നതാണ് സ്വലാത്ത്. പാപങ്ങളെ പൊറുക്കപ്പെടുന്നതാണ് സ്വലാത്ത്. അന്ത്യനാള് വരെ ഇസ്തിഗ്ഫാർ ലഭിക്കുന്നതാണ് സ്വലാത്ത്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് സ്വലാത്ത്. സ്വതക്കയുടെ സ്ഥാനം കിട്ടുന്നതാണ് സ്വലാത്ത്. അതുപോലെ ഐശ്വര്യം ലഭിക്കാൻ കാരണമാണ് സ്വലാത്ത്. ദാരിദ്ര്യം നിർമൂലനത്തിനാണ് സ്വലാത്ത്. ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വലാത്ത് ചൊല്ലൂ. മക്കളും പേരമക്കൾക്കും ഗുണം കിട്ടണോ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കണോ, സ്വലാത്ത് ചൊല്ലിക്കോ. ശുഹദാക്കളുടെ സ്ഥാനം വേണോ, സ്വലാത്ത് ചൊല്ലിക്കോ. മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണോ, സ്വലാത്ത് ചൊല്ലിക്കോ. മരണസമയത്ത് ദാഹം കൊണ്ട് പടക്കുമ്പോ ദാഹമൂത്തത് കൂട്ടിട ഇബ്ലീസ് കോസിനെ കാട്ടിട നേരം ലഈനവനാട്ടുക ബദരീങ്ങളാകുന റബ്ബന. ആ മരണസമയത്ത് ദാഹമില്ലാതെ രക്ഷപ്പെടണോ, സ്വലാത്ത് ചൊല്ലിക്കോ. ഖബറിന്റെ ശിക്ഷ രക്ഷപ്പെടണോ, സ്വലാത്ത് ചൊല്ലിക്കോ. പരലോക ഭയാനകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, സ്വലാത്ത് ചൊല്ലിക്കോ. പരലോകത്ത് ദാഹിക്കാതിരിക്കണോ, സ്വലാത്ത് ചൊല്ലിക്കോ. അർശിന്റെ തണൽ വേണോ, സ്വലാത്ത് ചൊല്ലിക്കോ. പരലോക വിചാരണത്തിൽ നിന്ന് രക്ഷപ്പെടണോ, സ്വലാത്ത് ചൊല്ലിക്കോ. മീസാനിൽ ഭാരം വർദ്ധിക്കണോ, സ്വലാത്ത് ചൊല്ലിക്കോ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണമോ, സ്വലാത്ത് ചൊല്ലിക്കോ. ശഫാഅത്ത് വേണോ, ചൂടുള്ള മഹ്ശറ അവിടെ നമ്മളെ വെന്തൊരുകുമ്പോ എല്ലാ നബിമാരും അവിടെ ഉണ്ടാകും. എല്ലാ പ്രവാചകന്മാരുണ്ടാവും. എല്ലാ പ്രവാചകന്മാർക്ക് സിംഹാസനം ഉണ്ടാവും. എല്ലാ പ്രവാചകന്മാർ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതാ. എന്നാൽ ഒരൊറ്റ സിംഹാസനം അവിടെ കാലിയാ. ആ സിംഹാസനം ആരതെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. കാരണം എന്തേ സിംഹാസനത്തിൽ ഇരിക്കാത്തത്? എന്റെ ഉമ്മത്തുണ്ടല്ലോ, ഔത്തിങ്ങേറത്തി ഉമ്മത്തി എന്നോ തോരാണെന്റെ വാരിധി. ആ പ്രവാചകനാണ് നിൽക്കൂല. കാരണം എന്തേ എന്റെ ഉമ്മത്തുണ്ടോ? ഞാൻ ഇവിടെ നിന്നാ എന്റെ ഉമ്മത്തിനാരാണ് ശഫാഅത്ത് തരുന്നത്? ആദം നബിയുടെ അടുത്തേക്ക് ഞമ്മ പോന്നോ? ആദം നബിയെ, അബുൽ ബശറായ ആദം നബിയെ, ബാപ്പാ ഞമ്മക്കൊരു ശഫാഅത്ത് തരാമോ? ചൂടുള്ള മഹ്ശറ നിക്കഴിയും കാണില്ല. ഹിസാബൊന്ന് തുടങ്ങാൻ ചെല്ലാമാ? മീസാന് ഭാരം തൂക്കുന്നതെന്ന് തരാമാ? ഇല്ല, എന്നെ കൊണ്ട് തരാൻ കഴിയുന്നില്ല. പിന്നെ പോന്നോ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകുന്ന നബിയെ, ശഫാഅത്ത് തരാമാ? എനക്കാന്നില്ല. എന്റെ സമുദായോടുണ്ട്, എനക്കാന്നില്ല. ഓരോ നബിമാരും മുട്ടനട പോണ്ട് ആറട്ട എല്ലാം നക്ക് നിക്കലിക്കട്ടാറട്ട പോണ്ട്. ആനായ ആദനെ വിട്ട പോണ്ട, ആദനെ വേണ്ട ചൊല്ലണോ. എല്ലാ നബിമാരുടെ പോണ്ട, ഇസ്മായിൽ നബിട്ട പോണ്ട, ഇദ്രീസ് നബിട്ട പോണ്ട, യഹ്യ നബിട്ട പോണ്ട, സഖറിയ നബിട്ട പോണ്ട, അയ്യൂബ് നബിട്ട പോണ്ട, ദാവൂദ് നബിട്ട പോണ്ട, ഈസാ നബിട്ട പോണ്ട, മൂസാ നബിട്ട പോണ്ട. ഒരു നബിമാർ ഞങ്ങളെ അംഗീകരിക്കില്ല, ഒരു നബിമാർ ഞങ്ങളെ വേണ്ട. എല്ലാരും ചൊന്നോട്ടില്ലേ നക്ക് ശഫാഅത്ത് തറകാവില്ല, നക്ക് ശഫാഅത്ത് തറകാവില്ല. അവസാനം നമ്മൾ ആരടുത്തേക്കാ പോകുന്നത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോ അവിടെയാണ് ശഫാഅത്ത് കിട്ടുന്നത്. മുഅ്മിനേ, ആ ശഫാഅത്ത് വേണോ? സ്വലാത്ത് വർദ്ധിക്കും. മുഅ്മിനേ, സിറാത്ത് പാല കടക്കണമോ? സ്വലാത്ത് ചൊല്ലിക്കോ. നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ? സ്വലാത്ത്
സ്വലാത്ത് വർദ്ധിക്കോ, സ്വർഗത്തിലേക്കുള്ള വഴി വേണോ, സ്വലാത്ത് ചൊല്ലിക്കോ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അന്ത്യനാളിൽ ഒരു വിഭാഗത്തിന് സ്വർഗത്തിലേക്ക് അല്ലാഹു അയക്കുന്നതാ. അന്ത്യനാള് വരുമ്പോ ഒരു വിഭാഗത്തിന് അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തും. പക്ഷെ അവർക്ക് സ്വർഗത്തിന്റെ വഴി അറിയില്ല. സ്വർഗത്തിന്റെ വഴി അഴിയാതെ പിടച്ചു പോവുകയോ, അവർക്ക് സ്വർഗത്തിന്റെ പതിവൊന്നില്ലാതെ നർവാസാനാരേ സ്വാമിമാർ കേട്ടാറ് നബിയേ, സ്വർഗത്തിന്റെ വഴി നർവാസാണ് നബിയേ, സ്വർഗത്തിന്റെ വഴി നമുക്കറിയാതാണ് നബിയേ. ആര് നബിയെ വഴി പിടച്ചു പോകുന്നവരാര് നബിയേ? അപ്പോഴാണ് നബി തങ്ങൾ ചൊല്ലിയത്, എന്റെ പേര് സ്വലാത്ത് ചൊല്ലാത്തവരോ, എന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാതിരുന്നില്ലേ, അവർക്കാണ് സ്വർഗത്തിന്റെ വഴിയൊന്ന് പഴച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവസാനമായിട്ടാണ് നബി തങ്ങൾ പറയുന്നത്, സ്വർഗത്തിൽ ഇണകൾ കിട്ടണോ, സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. നബിയുനാ റസൂലുള്ളാഹി അക്സറുകും അസ്വാജൻ ഫിൽ ജന്നതി അക്സറുകും സ്വലാത്ത് അലയ്യ. ആർക്കാണ് സ്വർഗത്തിൽ കുറെ തിരിയന്മാർ കിട്ടുന്നത്, അവർ എന്റെ പേരിൽ ജാസ്തി സ്വലാത്ത് ചെല്ലതുപോലെ അത് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നാളെ പിന്നെ സ്വലാത്ത് യാറാവും അല്ലെ? കുറെ തിരിയന്മാർ കിട്ടുന്നത് ആർക്കുണ്ട്? സ്വർഗത്തിൽ കുറെ സ്വലാത്ത് ചെല്ലിയവർക്ക് കുറെ തിരി കിട്ടുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയത്. അപ്പൊ നിങ്ങൾ സ്വലാത്ത് ജാസ്തിയാക്കിയത്ര നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്താവും? തിരിയ യാറെ കിട്ടും. അപ്പൊ ഇന്ന് മുതൽ എന്താക്കി? കുറച്ച് സ്വലാത്ത് യാറെന്നെ ചൊല്ലി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഇതെല്ലാം സ്വലാത്തിന്റെ മഹത്വങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രേഷ്ഠതയാണ്. അപ്പോ ഇത്രയുള്ള കേട്ടാറല്ലേ, ഇനി എന്താക്കണം? എന്റെ മനികൈ ചെന്ന എന്റെ മനികൈ ഇനി നിങ്ങൾക്കുള്ളിന്റെ ജീവിതത്തിലെ സ്വലാത്തിന് പതിവാക്കാം. പള്ളിയിലെ സ്വലാത്ത് നടക്കുമ്പോ മദ്രസന്റെ പോകുമ്പോ ഉസ്താദുമാരിൽ നിന്നിട്ട് സ്വലാത്ത് ചെല്ലും മതിയാവല. പണിയിറക്കിട്ടല്ലേ വരുന്ന, ആ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് എന്താക്കി ഒന്ന് സ്വലാത്ത് ചെല്ല്. അവിടെ ടൗണിൽ ഫീൽഡിൽ ഇരുന്നിട്ട് എന്താക്കണ്ട, ടൈം വേസ്റ്റ് ആക്കണ്ട. ഉള്ള ഡേറ്റ് ഉള്ള ഒരു സമയത്തിൽ എന്താക്കി അള്ളാഹു നാളെ മാഷരെ വെച്ചിട്ട് കേൾക്കുന്ന രണ്ട് ചോദ്യമുണ്ട്, നിർബന്ധമായിട്ട് കേൾക്കും. അത് കേട്ടിട്ട് നിന്റെ കാല് പന്തിക്ക് നല്ല വിടാൻ ആരും ഒന്നുണ്ടാ. ഒന്നോ നിനക്ക് ഫ്രീ ടൈം ഒന്നും തന്നില്ല, അല്ല കേൾക്കും അതിനെ പറ്റിട്ട്. നിനക്ക് ഞാൻ ഇത്ര ഫ്രീ തന്നില്ല, നീ എന്താക്കി ഇത്ര നാളെല്ലുമ്പോ അവിടെ ബാക്കി വെല്ലിട്ടിട്ട് കാര്യമില്ല. പിന്നെ അല്ല കേൾക്കുന്നത്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, ഇത്ര വയസ്സ് നിനക്ക് ഞാൻ തന്ന്, ആഫിയത്തും ആരോഗ്യം എല്ലാം തന്നില്ലേ, നീ എന്താക്കിയാറോ ഇതിനെ കുറിച്ചിട്ട് ഖുർആൻ ഓതിയേ സ്വലാത്ത് ചൊല്ലിയേ എന്നാൽ അല്ല കേൾക്കുമ്പോ അവിടെ ബർന്ന് കിടക്കുന്ന അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എന്താക്കി സ്വലാത്ത് ജീവിതത്തിൽ പകർത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മ കേട്ടതും ചൊല്ലിയതും നിങ്ങൾ കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനുണ്ട് ബാലക്കാരൻ്റെ വാളാവാ, നമ്മുടെ സെക്രട്ടറി ബാലക്കാരൻ്റെ വാളാവല്ലേ, അധികം നൽകുന്നുണ്ട് അതിൽ കേട്ടുന്നത്. അപ്പോ സ്വലാത്ത് എന്താക്കാം, ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം ചെല്ലാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ സ്വലാത്ത് ചെന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഇപ്പൊ ഒരു ചെറിയ പണിയുണ്ട് ഇതിനകത്തുണ്ട്. കുറെ നരികുന്നാരല്ലേ, നിങ്ങൾക്ക് ബച്ചു ഇരുന്നിട്ട് ഒന്ന് ഇഞ്ചിട്ട് നിങ്ങളെ ഷറഫാക്കപ്പെട്ട കൈനെ എന്റെ കൈക്കൊന്ന് മുസാഫത്താക്കി എന്താക്കാം, ഒന്ന് ദുആ പോവല്ലേ. മുസാഫത്താക്കി എന്താ ജണ്ടാലെ ദോഷം അള്ളാഹു പൊരുത്തപ്പെടും. നിങ്ങൾ തന്നിട്ട് കൈ ഇളക്കുമ്പോ എന്താവും? ദോഷം പോകും. അപ്പൊ അതുകൊണ്ട് ആ ദോഷം എന്താക്കാം, തീരുമ്പോ നമുക്കൊരു ദോഷം പൊരുത്തപ്പെടാണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. അപ്പൊ അതുകൊണ്ട് എന്താക്കുക, എന്തെങ്കിലും ചില്ലറുണ്ടെങ്കിൽ പറക്കത്ത് പള്ളിക്ക് ലൈറ്റിങ്ങിന് സൗണ്ട് കുറച്ച് കൊടുക്കണ്ടേ, അത്ര ചിലവായിട്ടില്ലേ. അപ്പൊ നാളേക്ക് സീറിനെല്ലാം എല്ലാം എത്തിച്ചിനാരാ, സീറിന് എല്ലാം എത്തിച്ചിനാരാ, എല്ലാം എത്തിച്ചിനാരല്ലേ, കൈ എത്തിച്ചിനാരല്ലേ. അപ്പൊ കൊടുക്കണം ആവാ എത്തിച്ചില്ല ഇപ്പാക്ക പേരെ ഓരോരുത്തരുടെ പേര് വെച്ചിട്ട്. അപ്പൊ എന്താക്കാം, കൈ മുസാഫത്താക്കല്ലേ.